മൂന്നാമത്തെ സെഷനിലേക്ക് വരികയാണ്. അപ്പൊ ഇതില് രവിയേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും പ്രൊഫഷണൽസ് ആണ്. എല്ലാവരും GST ആണെങ്കിലും ഇൻകം ടാക്സ് ആണെങ്കിലും മറ്റുള്ള ക്ലയൻസിന്റെ സൈഡിൽ നിന്ന് ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള അഡ്വൈസ് കൊടുക്കുകയും അവരുടെ റിട്ടേൺസ് ഫയൽ ചെയ്യുക. 90% വർക്ക് വരുന്നതും റിട്ടേൺസ് ഫയൽ ചെയ്യുക എന്നുള്ള ഒരു ഇതിലാണ്. അപ്പൊ അങ്ങനത്തെ ആൾക്കാരാണ് ഒരുവിധം എല്ലാവരും, ഈ ഗ്രൂപ്പിലത്തെ എല്ലാവരും അങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മളുടെ ഈ സ്റ്റഡി ഈ പറഞ്ഞ കോഴ്സും ബേസിക് കോഴ്സും ഇൻകം ടാക്സ് ലോസ് എന്ന് പറഞ്ഞ ഈ കോഴ്സും 100% പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഡെലിവറബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ ഫയലിങ്ങും അഡ്വൈസറിയും ആണ്. അപ്പൊ രണ്ടും യോജിപ്പിച്ചും കൊണ്ട് പഠിത്തവും പ്രാക്ടീസും ഒരുമിച്ച് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതില് ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യണത്. ഓക്കെ, അപ്പോ ഓരോന്ന് പഠിപ്പിക്കുന്നത് നമ്മൾ അപ്പൊ തന്നെ പ്രാക്ടിക്കൽ ആസ്പെക്റ്റുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് പോണത്. എന്നാൽ കൂടുതൽ മനസ്സിലാവുകയും ചെയ്യും, കുറച്ചുകൂടി നന്നായിട്ട് നമ്മളുടെ വർക്ക് ചെയ്യാൻ നമുക്ക് പറ്റുകയും ചെയ്യും എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ കഴിഞ്ഞ സെഷൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. അതായത് സെഷൻ 2 അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തിരുന്ന ആൾക്കാർക്കും മറ്റേ യൂട്യൂബില് ഇടുന്നുണ്ട്. അപ്പൊ രവിയേട്ടൻ പറഞ്ഞ പോലെ ഫർദർ റെഫറൻസിന് ഈ നമ്മളിപ്പോ ഷെയർ ചെയ്യണ നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈനേ ഉണ്ടാവുള്ളൂ, പക്ഷെ അതിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ കിട്ടും. അപ്പൊ യൂട്യൂബ് വേണ്ടവർക്ക് റെഫർ ചെയ്യാം, അത് ഫർദർ റെഫറൻസിന് അത് യൂസ് ചെയ്യാം. ഓക്കെ, നമ്മള് ഇപ്പൊ പറഞ്ഞ പോലെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് ഏറ്റവും പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് ഇൻകം അസസ് ചെയ്ത് കറക്റ്റായിട്ട് ടാക്സ് കമ്പ്യൂട്ട് ചെയ്ത് കറക്റ്റായിട്ട് ഫുൾ കംപ്ലയൻസിൽ റിട്ടേൺ ഫയൽ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ സെഷൻ 2 ഒരു സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് ചെയ്തിരുന്നു. അതിൽ 13 സ്റ്റെപ്പ് ഐഡന്റിഫൈ ചെയ്തിരുന്നു. ഈ 13 സ്റ്റെപ്പ് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്താൽ ഇൻകം ടാക്സ് റിട്ടേൺ പ്രോപ്പറായിട്ട് ഫയൽ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മളുടെ കൺസെപ്റ്റ്. ഓക്കെ, അതിലേക്ക് ഒന്നും കൂടിയും പോവാം. അത് കഴിഞ്ഞിട്ട് ഇത്തവണത്തെ ക്ലാസ്സിലേക്ക്, സെഷൻ 3യുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോ ഒരു ക്ലയന്റ് നമ്മളെ അപ്രോച്ച് ചെയ്യണു ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ. സ്റ്റെപ്പ് 1 ആരാണ് അസസ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണം, ഡിറ്റർമിൻ ചെയ്യണം. ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, കൺഫ്യൂഷൻ ഒന്നുമില്ല. സെക്കൻഡ് സ്റ്റെപ്പില് അദ്ദേഹത്തിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, ഇൻഡിവിജ്വൽ ആണെങ്കിൽ 3 റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടാവും, ബാക്കിയുള്ളവർക്ക് 2ആണ്, റെസിഡന്റ് നോൺ റെസിഡന്റ് മാത്രമേ ഉള്ളൂ. ഇൻഡിവിജ്വൽ ആണെങ്കിൽ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ്, നോൺ റെസിഡന്റ്, ഇങ്ങനെ 3 ടൈപ്പാണ് ഉണ്ടാവുക എന്ന് നമ്മൾ പഠിച്ചു. അതെങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളത് അത് ഐഡന്റിഫൈ ചെയ്തു. അതാണ് സ്റ്റെപ്പ് 2 അത് കഴിഞ്ഞ് സ്റ്റെപ്പ് 3 വരുന്നു. സ്റ്റെപ്പ് 3 വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ റിട്ടേൺ ഫയൽ ചെയ്യണതിന്റെ ബേസ് ഡോക്യുമെന്റ് സ്റ്റെപ്പ് 3 ഉണ്ടാക്കുന്നത്. നമ്മള് ക്ലയന്റിനെ ഇന്റർവ്യൂ ചെയ്ത് ബാങ്ക് അക്കൗണ്ട് വെരിഫൈ ചെയ്ത് ബാക്കിയുള്ള ഇൻഫർമേഷനും ഡീറ്റെയിൽസും കളക്ട് ചെയ്തിട്ട് എല്ലാ ഇൻകം ഐറ്റംസും ലിസ്റ്റ് ചെയ്യണം. സാലറി ആവട്ടെ, FD ഇൻട്രസ്റ്റ് ആവട്ടെ, SB ഇൻട്രസ്റ്റ് ആവട്ടെ, അവര് പറയുന്ന എല്ലാം നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ട് അതിന്റെ നേച്ചറും സോഴ്സും നമ്മൾ എഴുതി വെക്കണം. ഈ ഡോക്യുമെന്റിൽ ഇല്ലാത്തതൊന്നും ഇൻകം ടാക്സ് റിട്ടേണിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ഒരു ഡോക്യുമെന്റ് ഉണ്ടാവുന്നത് ഇത് എവിഡൻഷ്യലും ആണ്. കാരണം നമ്മൾ എന്ത് വർക്ക് ചെയ്തു എന്ന് പിന്നെ ഒരു ക്വസ്റ്റ്യൻ വരണ സമയത്തും അല്ലെങ്കിൽ ഒരു സ്ക്രൂട്ടിനിക്ക് വിളിക്കുമ്പോൾ റെഫർ ചെയ്യാനും ഈ ഡോക്യുമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കുകയാണ് സ്റ്റെപ്പ് 3 നമ്മൾ ചെയ്യണത്. ഓക്കെ, അത് കഴിഞ്ഞ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് 4 പോകണം. സ്റ്റെപ്പ് 4 ഈ നേരത്തെ എഴുതിയ ഐറ്റംസിനെ ഇൻകം ഐറ്റം, വേരിയസ് ഇൻകം ഐറ്റംസിനെ 6 ഡിവൈഡ് ചെയ്യണം. 5 ഹെഡ്സ് ഓഫ് ഇൻകം, 6ാമത്തെ എക്സംപ്റ്റ് ഇൻകം. വരണ ആൾക്കാർക്ക് എക്സംപ്ഷൻ എത്രയുണ്ടെന്ന് അറിഞ്ഞോളണമെന്നില്ല. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എക്സംപ്റ്റ് ഇൻകം ഐഡന്റിഫൈ ചെയ്തിട്ട് അത് മാറ്റി വെക്കണം. അതിൽ ഇൻകം ടാക്സ് ഇല്ല, എക്സംപ്റ്റ് ഫ്രം ടാക്സ് ആണ്. ഓക്കെ, അത് ഡിസ്ക്ലോഷർ പർപ്പസിന് വേണ്ടി മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ എക്സംപ്റ്റ് ഇൻകം ആദ്യം മാറ്റി വെക്കണം. പിന്നെ സാലറി ഇൻകം എത്രയാണ്, ഹൗസ് പ്രോപ്പർട്ടി ഇൻകം എത്രയാണ്, ബിസിനസ് ഇൻകം എത്രയാണ്, ക്യാപിറ്റൽ എത്രയാണ്, ഇതിലൊന്നിനും ഇൻകം ഫ്രം അതർ സോഴ്സ് എന്നുള്ള ഹെഡിലേക്ക് നമ്മൾ മാറ്റി കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ കാറ്റഗറൈസ് ചെയ്യണം. അതാണ് സ്റ്റെപ്പ് 4 നമ്മൾ പഠിച്ചത്. അത് കഴിഞ്ഞ് സ്റ്റെപ്പ്
5 പോയി. സ്റ്റെപ്പ് 5 നമ്മൾ ഇന്നലെ ലാസ്റ്റ് സെഷനിൽ സെഷൻ 2 സ്റ്റാർട്ട് ചെയ്തു. അത് എക്സെംപ്റ്റ് ഇൻകം എന്നുള്ളതാണ് സ്റ്റെപ്പ് 5. സാലറി കിട്ടണു. അപ്പൊ അതിൽ ഏതെങ്കിലും അവര് സാലറി എന്ന് പറഞ്ഞാൽ നമ്മളുടെ അടുത്ത് വരുന്ന ഒരു ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഒരു ടീച്ചർക്കോ ഒരു എമൗണ്ട് ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് പോയി അതിന്റെ വേരിയസ് എലമെന്റ്സ് അനലൈസ് ചെയ്തിട്ട് എന്തെങ്കിലും എലമെന്റ് എക്സെംപ്റ്റ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. അതെല്ലാം സെക്ഷൻ 10 പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാം, ഇൻകം ടാക്സിന്റെ സ്കീം തന്നെ എനി ഇൻകം ഈസ് ടാക്സബിൾ, എനി ഇൻകം ടാക്സ്. പക്ഷേ എക്സെംപ്റ്റ് ആണെന്ന് സ്പെസിഫിക്കലി പറഞ്ഞിട്ടുള്ള ഇൻകം ടാക്സബിൾ അല്ല. അപ്പൊ ജനറലി എല്ലാ ഇൻകം ടാക്സബിൾ ആവും. സെക്ഷൻ 10 എക്സെപ്ഷൻ ആണ്. എക്സെപ്റ്റ് ഇൻകം എന്ന് പറയുന്നത് ഇന്ന ഇൻകം ടാക്സബിൾ അല്ല, അത് മാത്രമേ ടാക്സബിൾ അല്ലാത്തുള്ളൂ. അപ്പൊ ഒരാള് സാലറി എന്ന് പറഞ്ഞു വരുമ്പോ അതിൽ ഏതെങ്കിലും കമ്പോണന്റ് എക്സെപ്റ്റ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. അതെല്ലാം സെക്ഷൻ 10 പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സെക്ഷൻ 10 സെക്ഷൻ 10 അതാണ് നമ്മൾ സെക്ഷൻ 10 സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അത് കഴിഞ്ഞ് ഇൻകം ഫ്രം സാലറിയിലേക്ക് സാലറി. അത് കഴിഞ്ഞ് സ്റ്റെപ്പ് 6 സാലറി, ഇൻകം ഫ്രം സാലറി എന്നുള്ളതാണ്. അതില് സെക്ഷൻ 15 to 17 ആണ്. ഈ സെക്ഷൻ 15, 16, 17 പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടാക്സബിൾ സാലറി എന്താന്ന് അറൈവ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ സ്റ്റെപ്പ് 6 ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അവിടെ നിന്ന് ടാക്സബിൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അറൈവ് ചെയ്യാൻ പറ്റും. സ്റ്റെപ്പ് 8 ആണ്. അരുൺ സാറേ, ഞാനൊന്ന് എല്ലാരെയും മ്യൂട്ട് ചെയ്തോട്ടെ. സാർ ഒന്ന് അവിടെ സാറിനത് മാത്രം അൺമ്യൂട്ട് ചെയ്യണേ. ശരി, നടക്കുന്നു നോക്കൂ. സാറിന് അവിടെ കിട്ടുന്നുണ്ടോ നോക്കൂ. ശരിയായില്ലേ? കേക്കാമോ? കേക്കാം, പറഞ്ഞോളൂ. അപ്പൊ നമ്മൾ പറഞ്ഞു സ്റ്റെപ്പ് 8 സെക്ഷൻ 28 to സെക്ഷൻ 44 DB ആണ്. അത് പഠിച്ചു കഴിയുമ്പോൾ ടാക്സബിൾ പ്രോഫിറ്റ്, ടാക്സബിൾ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, അതാണ് നമുക്ക് അറൈവ് ചെയ്യാൻ പറ്റുക. അതേപോലെ സ്റ്റെപ്പ് 9 ക്യാപിറ്റൽ ഗെയിൻസ്, പിന്നെ ഇൻകം ഫ്രം അതർ സോഴ്സ്. അപ്പൊ ഇത്രയും ടാക്സബിൾ ഇൻകം നമ്മൾ അറൈവ് ചെയ്യണു. അത് കഴിഞ്ഞ് അതെല്ലാം ആഡ് ചെയ്യണു. അങ്ങനെ ആഡ് ചെയ്ത് കിട്ടുന്നതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഓക്കെ, അത് കഴിഞ്ഞ് അതില് സെക്ഷൻ 80 പറയണ ഡിഡക്ഷൻസ് നമ്മൾ എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. സെക്ഷൻ 80C ഉണ്ട്, 80D ഉണ്ട്, നിങ്ങൾക്ക് അറിയാം. 80 മറ്റേ SB ഇൻട്രസ്റ്റിന്റെ സെക്ഷൻ ഉണ്ട്. അങ്ങനെ കുറെ സെക്ഷൻസ് ഉണ്ട് സെക്ഷൻ 80. ചാപ്റ്റർ 6A ഡിഡക്ഷൻ എന്നാണ് അതിന് പേര് പറയുക. അപ്പോൾ ഇതേപോലത്തെ സാലറി ഇൻകം, അതർ സോഴ്സും ബിസിനസ്സും ക്യാപിറ്റൽ ഗെയിൻസും എല്ലാം ടാക്സബിൾ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അതെല്ലാം ആഡ് ചെയ്തിട്ട് ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കണം. അതിൽ നിന്ന് ഈ ഡിഡക്ഷൻ കുറയ്ക്കുമ്പോൾ ടോട്ടൽ ഇൻകം കിട്ടും. അതിൽ റേറ്റ് അപ്ലൈ ചെയ്യണം. അങ്ങനെ ടാക്സ് റേറ്റ്, ടാക്സ് ലയബിലിറ്റി, ഗ്രോസ് ടാക്സ് ലയബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. അതിൽ റിബേറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് ടാക്സ് ലയബിലിറ്റി കിട്ടും. അത് പേ ചെയ്യണം. TDS ആയിട്ടും അഡ്വാൻസ് ടാക്സ് ആയിട്ടും TCS ആയിട്ടും സെൽഫ് അസസ്മെന്റ് ടാക്സും ആയിട്ടും പേ ചെയ്യണം, റിട്ടേൺ ഫയൽ ചെയ്യണം. ഇത്രയും ഈ 13 സ്റ്റെപ്പാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോന്നായിട്ട് ഫോളോ ചെയ്യേണ്ടത്. ഇത്രയും പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു പ്രോപ്പർ ആയിട്ട് ഒരു അധികം ക്വസ്റ്റ്യൻസ് വരാത്ത രീതിയിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കഴിഞ്ഞ സെഷനിൽ തന്നെ സെക്ഷൻ 10 എക്സെംപ്റ്റ് ഇൻകം ആണ് പഠിച്ചു തുടങ്ങിയത്. 7 എണ്ണം പഠിച്ചിരുന്നു. ബാക്കിയുള്ളത് ഇന്ന് എക്സെംപ്റ്റ് ഇൻകം ഇന്ന് തീർക്കും. ബാക്കിയുള്ള നമ്മൾ 9 എണ്ണം കഴിഞ്ഞ തവണ പഠിച്ച സെഷൻ 2 പഠിച്ച എക്സെംപ്റ്റ് ഇൻകം, 1 അഗ്രികൾച്ചറൽ ഇൻകം, 2 പാർട്ണർഷിപ്പ് എന്നുള്ള ഷെയർ ഓഫ് പ്രോഫിറ്റ് ടു എ പാർട്ണർ, പിന്നെ കോമ്പൻസേഷൻ റിസീവ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് ഡിസാസ്റ്റർ, എമൗണ്ട് റിസീവ്ഡ് അണ്ടർ LIC, സുകന്യ സമൃദ്ധി സ്കീം, കമ്മ്യൂട്ടഡ് പെൻഷൻ, ഗ്രാറ്റുവിറ്റി. ഈ 7 എണ്ണാണ്, 7 എക്സെംപ്റ്റ് ഇൻകം ആണ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ചത്. ഇത്തവണ ഇന്ന് നമ്മൾ 10 പോയിന്റ്സ് ആണ് കവർ ചെയ്യണത്.
10 ടോപ്പിക്സ് ആണ്. അതിൽ 9 എണ്ണം എക്സംപ്റ്റ് ഇൻകം, ഒരെണ്ണം സെക്ഷൻ 14A എന്ന് പറഞ്ഞ ഒരു കോൺട്രവേഴ്ഷ്യൽ ആയ സെക്ഷൻ, ചെറുതാണ് പക്ഷെ ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. അതും കൂടിയാണ് ഇന്ന് കവർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന നമ്മളുടെ ടോപ്പിക്സ്, ഒന്ന് വാല്യൂ ഓഫ് ട്രാവൽ കൺസെഷൻ ഓർ അസിസ്റ്റൻസ്, LTC എന്ന് പറയും കോമൺ ആയിട്ട്. LTC എന്ന് പറഞ്ഞാൽ ലീവ് ട്രാവൽ കൺസെഷൻ. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, നിങ്ങളുടെ അടുത്ത് ഒരു ബാങ്കിൽ ജോലി ചെയ്യണ, ബാങ്കിലും അല്ലെങ്കിൽ വലിയ ഓർഗനൈസേഷനിൽ എല്ലാവരും LTC കൊടുക്കുന്നുണ്ട്, പ്രൈവറ്റ് സ്ഥാപനങ്ങളും കൊടുക്കുന്നുണ്ട്. ഒരു എംപ്ലോയി റിട്ടേൺ ഫയൽ ചെയ്യാൻ വരണു, സാലറി പറയണു, നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് വെരിഫൈ ചെയ്യണു. അപ്പോൾ സാലറിയിൽ പറഞ്ഞേക്കാട്ടിലും കുറച്ച് കൂടുതൽ എമൗണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറയണു LTC ആണ് എന്ന് പറയണു. ആ സന്ദർഭത്തിലാണ് നമുക്ക് LTCയുടെ എക്സംഷൻ എത്ര കിട്ടും, എക്സംപ്റ്റ് ആണോ എന്നൊക്കെ നോക്കേണ്ടി വരിക. അത് എക്സോസ്റ്റീവ് ആയിട്ട് സെൽഫ് കണ്ടെയ്ൻഡ് ആണ്. സെക്ഷൻ 10(5) റെഡ് വിത്ത് റൂൾ 2B റൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പൊ ഇത് ജനറലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എംപ്ലോയിക്കും എംപ്ലോയിയുടെ ഫാമിലിക്കും ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ലീവ് എടുത്തോ അല്ലെങ്കിൽ റിട്ടയർമെന്റിന് ശേഷമോ, ലീവ് ട്രാവൽ എന്ന് പറയുന്നുണ്ടെങ്കിലും റിട്ടയർമെന്റിന് ശേഷം ചില സന്ദർഭത്തിൽ പോകാൻ പറ്റാറുണ്ട്, ട്രാവൽ ചെയ്യാം. അപ്പൊ അതിനുള്ള കൺസെഷൻ മുഴുവൻ എമൗണ്ടും അല്ല, അതിനുള്ള കുറച്ച് എമൗണ്ട് എംപ്ലോയർ കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന എമൗണ്ടിൽ സബ്ജക്ട് ടു സർട്ടൻ ലിമിറ്റേഷൻ നമുക്ക് അലവൻസ് ആയിട്ട് എക്സംപ്റ്റ് ആയിട്ട് കാണിക്കാം. അത് സാലറിയിൽ വരില്ല, എക്സംപ്റ്റ് ആണ്. അതാണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ കാര്യം എല്ലാവർക്കും അറിയാവുന്ന കോമൺ ആയിട്ടുള്ള കാര്യമാണ് ഹൗസ് റെന്റ് അലവൻസ്. ഒരുവിധം എല്ലാ സാലറീഡ് ആൾക്കാർക്കും അവരുടെ സാലറി സ്കീം നോക്കുകയാണെങ്കിൽ അതില് ബേസിക് ഉണ്ടാവും, DA ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഉള്ള ഒരു അലവൻസ് ആണ് ഹൗസ് റെന്റ് അലവൻസ്. അതും വളരെ എക്സോസ്റ്റീവ് ആയിട്ട് സെക്ഷനും റൂളും പറയുന്നുണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നൊക്കെ. സെക്ഷൻ 10(13A റെഡ് വിത്ത് റൂൾ 2A. ഇത് പ്രകാരം ഒരു എമൗണ്ട് ഔട്ട് ഓഫ് ദി ടോട്ടൽ സാലറി റിസീവ് ഒരു കമ്പോണന്റ് HRA എന്ന് പറഞ്ഞ കമ്പോണന്റ് നമുക്ക് എക്സംഷൻ കൊടുക്കാൻ പറ്റും. അതായത് ടാക്സബിൾ അല്ല, അത് ഐഡന്റിഫൈ ചെയ്തിട്ട് നമുക്ക് കുറയ്ക്കേണ്ടി വരും. പിന്നെ കുറച്ച് സ്പെഷ്യൽ അലവൻസസ് കൊടുക്കുന്നുണ്ട്. അത് എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പൊ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ വേണ്ടിയിട്ട് മാസം 2 കുട്ടികൾക്ക് വരെ മാസം 100 രൂപ. അങ്ങനെ ഇതൊക്കെ നമ്മളുടെ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അല്ലാതെ എല്ലാവർക്കും ഓപ്പൺ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതല്ല. നമ്മുടെ സർവീസ് എഗ്രിമെന്റിൽ നമ്മുടെ സാലറിയുടെ ബ്രേക്കപ്പിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് കിട്ടും, അവൈൽ ചെയ്യാം. പക്ഷെ അത് നമ്മൾ നോക്കണം, അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് എക്സംഷൻ കൊടുക്കുകയും വേണം. അതാണ് അതിന്റെ സിഗ്നിഫിക്കൻസ്. പിന്നെ ഏൺഡ് ലീവ് സാലറി. ഒരു എംപ്ലോയിക്ക് ലീവ് പല രീതിയിലുണ്ട്. കാഷ്വൽ ലീവ് ഉണ്ട്, സിക്ക് ലീവ് ഉണ്ട്. അതിൽ കുറച്ച് കമ്പോണന്റ് ഏൺഡ് ലീവ് ആണ്. അതായത് ലീവ് എടുക്കാണ്ടിരുന്നാൽ ആ ലീവ് എൻകാഷ് ചെയ്യാൻ പറ്റും. അങ്ങനെ എൻകാഷ് ചെയ്യണ ലീവ് കുറച്ച് കമ്പോണന്റ് എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതും നമുക്ക് വെരിഫൈ ചെയ്യേണ്ടി വരും, സാലറിയിൽ നിന്ന് കുറയ്ക്കണോ എക്സംപ്റ്റ് ആക്കണോ എന്നറിയാം. പിന്നെ 5ാമത്തെ പോയിന്റ് ടോപ്പിക് ഉള്ളത് റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് പ്രകാരം റിട്രെഞ്ച് ചെയ്യുമ്പോൾ ഒരു ഫാക്ടറിയില് നമ്മുടെ വർക്ക്മാന്റെ കുഴപ്പം കൊണ്ടല്ലാണ്ട് എന്തെങ്കിലും രീതിയിൽ വർക്ക്മാനെ പിരിച്ചുവിടേണ്ട ഒരു അവസ്ഥ, ലേ ഓഫോ അല്ലെങ്കിൽ പിരിച്ചുവിടേണ്ട അവസ്ഥ വന്നാൽ അതിനെ കോമ്പൻസേഷൻ കൊടുക്കണം. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് പ്രകാരം തന്നെ കോമ്പൻസേഷൻ കൊടുക്കണം. അങ്ങനെ കിട്ടുന്ന കോമ്പൻസേഷൻ ആണ് റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ. അതിന് എക്സംഷൻ ഉണ്ട്. പിന്നെ ഉള്ളത് വോളണ്ടറി റിട്ടയർമെന്റ് ഓർ സെപ്പറേഷൻ സ്കീം. ഗവൺമെന്റ് സെക്ടറിലുള്ളതിനെ വോളണ്ടറി റിട്ടയർമെന്റ് എന്നും PSU പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സിൽ വോളണ്ടറി സെപ്പറേഷൻ എന്നാണ് പറയാറ്. അതുകൊണ്ടാണ് റിട്ടയർമെന്റ് ബാർ സെപ്പറേഷൻ സ്കീം. അതിലും നിങ്ങൾക്ക് ഒരുവിധം അറിയാം, ബാക്ക്ഗ്രൗണ്ട് അറിയാം. അപ്പൊ അതിലും എക്സംഷൻ കിട്ടും. പിന്നെ ഉള്ളത് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ട്, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ട്, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ട്. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് എംപ്ലോയീസിനുള്ളത്. പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള ആൾക്കാർ, നമ്മൾ ആരുടെയും എംപ്ലോയി അല്ല. നമുക്കത് സ്റ്റേറ്റ് ബാങ്കിന്റെ ചില സ്ഥലത്ത് ചില പർട്ടിക്കുലർ ബ്രാഞ്ചസിൽ വെച്ച് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് ചെയ്യാം. അപ്പൊ അതിന്ന് കിട്ടണ പൈസ കിട്ടുമ്പോൾ അതിന് ഡിഡക്ഷൻ ഉണ്ടോ എക്സംഷൻ ഉണ്ടോ എന്നുള്ളതാണ് സെക്ഷൻ 10(11) പറയുന്നത്. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ വഴി നമ്മുടെ സാധാരണ പ്രൈവറ്റ് സെക്ടറിലും എല്ലാ സ്ഥലത്തും ചെയ്യുന്നതാണ് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. അവിടുത്തെ എംപ്ലോയീസിന് കോൺട്രിബ്യൂട്ട് ചെയ്യാം. അത് ടെർമിനേറ്റ് ചെയ്യുമ്പോൾ, എംപ്ലോയി ടെർമിനേറ്റ് ചെയ്യുമ്പോൾ
നമുക്ക് വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം. അപ്പോ ടാക്സ് വരുമോ, അതിന് എന്താണ് എക്സംഷൻ എന്നുള്ളതാണ് സെക്ഷൻ 10(12) പറയുന്നത്. അത് നമുക്ക് കവർ ചെയ്യാം. പിന്നെ ഉള്ളത് അപ്രൂവ്ഡ് സൂപ്പർ ആനുവേഷൻ ഫണ്ട്. ഇത് ജനറലി ഒരു ആന്വിറ്റി പോലെയാണ്. ഇയർലി ഒരു എന്ന് വെച്ചാൽ മന്ത്ലിയോ ഇയർലിയോ ആവാം. ഒരു റെഗുലർ കുറെ പെൻഷൻ ഫണ്ട് പോലെ കുറെ കാലം അടയ്ക്കുക, അത് കഴിഞ്ഞാൽ റിട്ടയർമെന്റിന് ശേഷം ഇത്ര രൂപ വെച്ച് കിട്ടും. അപ്പൊ അതില് എങ്ങനെയാണ് എന്നുള്ളതും എക്സംഷൻ എത്രയാന്നുള്ളതാണ് സെക്ഷൻ 10(13) പറയാനുള്ളത്. ഇതാണ് ഇപ്പൊ ഇത്രയും കഴിയുമ്പോ നമ്മൾക്ക് ആവശ്യമുള്ള എക്സംപ്റ്റ് ഇൻകം ഒരുവിധം എല്ലാം കഴിയും. ഇത്രയും ബേസിക് ആയിട്ടുള്ള എല്ലാം കഴിയും. അപ്പൊ അതുകൊണ്ട് കൂടുതൽ കോംപ്ലിക്കേഷൻ പോകുന്നതിന് മുമ്പ് നമുക്ക് ബാക്കിയുള്ള ഒരു ജനറൽ ഐഡിയ സാലറിയുടെയും എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ തിരിച്ചു വരാം. അപ്പൊ ഇത് ഏതാണ്ട് നമ്മളുടെ സാധാരണഗതിയിൽ വരുന്നതെല്ലാം കവർ ചെയ്യും. പിന്നെ ഒരു ചെറിയ സെക്ഷൻ 14A ആണ്. അത് ഈ പറഞ്ഞ എക്സംപ്റ്റ് ഇൻകത്തിന്റെ റിലേറ്റഡ് എക്സ്പെൻഡിച്ചർ വരുമ്പോൾ ടാക്സബിൾ ആണ് എന്ന് പറയുന്നതാണ്. അത് നമുക്ക് ആ സമയത്ത് ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കവർ ചെയ്യാം. ഇത്രയും 10 ടോപ്പിക്സ് ആണ് ഇന്ന് കവർ ചെയ്യുന്നത്. ശരി, നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിലേക്ക് പോവാം. ലീവ് ട്രാവൽ കൺസെഷൻ ഓർ അസിസ്റ്റൻസ്. നേരത്തെ പറഞ്ഞു ഒരു എംപ്ലോയി, ഈ ബാക്ക്ഗ്രൗണ്ട് അപ്ലൈ ഇത് ആർക്കാണ് കിട്ടുക? എംപ്ലോയീസിനാണ് കിട്ടുക. ആരാണ് കൊടുക്കുക? എംപ്ലോയർ ആണ് കൊടുക്കുക. അതുകൊണ്ട് തന്നെ സാലറിയുടെ ഭാഗമാണ്. അപ്പൊ ഏത് സിറ്റുവേഷനിലാണ് കിട്ടുക? വാല്യൂ എന്താണ് എക്സംഷൻ? എന്താണ് എക്സംഷൻ എന്നുള്ള ആദ്യം പറയാം. വാല്യൂ ഓഫ് ട്രാവൽ കൺസെഷൻ ഓർ അസിസ്റ്റൻസ്. എനി വാല്യൂ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അതിന് ലിമിറ്റേഷൻ ഉണ്ട്. ഫുൾ വാല്യൂ കിട്ടില്ല. വാല്യൂ എത്രയാന്നുള്ള അതുകൊണ്ട് അതിന്റെ സബ്ജക്ട് ടു കണ്ടീഷൻ ആണ്. നമുക്ക് അതിലേക്ക് വരാം. വാല്യൂ ഓഫ് ട്രാവൽ കൺസെഷൻ ഓർ അസിസ്റ്റൻസ് റിസീവ്ഡ് ബൈ ഓർ ഡ്യൂ ടു. ഡ്യൂ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്രൂവൽ ഫോം എന്നേ ഉള്ളൂ. കിട്ടിയിട്ടില്ല എന്നെങ്കിലും കിട്ടാമെന്ന് പറഞ്ഞാലും നമ്മളുടെ ടാക്സബിൾ ആണ്, സാലറി ആയിട്ട് വരും. അതുകൊണ്ടാണ് ഡ്യൂ ടു എന്നുള്ളത് യൂസ് ചെയ്യണം. Okay. So value of travel concession or assistance received by an employee from his employer or former employer. അതുകൊണ്ടാണ് ലീവ് എന്നുള്ളത് മാത്രമല്ല, ഫോർമർ എംപ്ലോയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം റിട്ടയർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ റിട്ടയർമെന്റ് കഴിഞ്ഞാലും ചില സന്ദർഭത്തിൽ ഈ LTC വരാം. എംപ്ലോയർ ഓർ ഫോർമർ എംപ്ലോയർ ഫോർ ഹിംസെൽഫ് ആൻഡ് ഹിസ് ഫാമിലി ഇൻ കണക്ഷൻ വിത്ത് ഹിസ് പ്രൊസീഡിംഗ് ഓൺ ലീവ് or after retirement to any place in India or traveling to any place in India after retirement from service or after the termination of his service shall be exempt from tax. ഇതാണ് ആ സെക്ഷൻ പറയുന്നത്. അപ്പോ ഒന്നുകൂടി സമപ്പ് ചെയ്യുകയാണെങ്കിൽ വാല്യൂ ഓഫ് ട്രാവൽ കൺസെഷൻ റിസീവ്ഡ് ബൈ ദി എംപ്ലോയർ ഫ്രം ഹിസ് എംപ്ലോയർ ഓർ ഫോർമർ എംപ്ലോയർ for himself and his family in connection with his travel to any place in India on either on leave or after retirement. ഈ സാഹചര്യത്തിലാണ് LTC അവൈൽ ചെയ്യാൻ പറ്റുക. ഇനി ഇതിന്റെ ക്വാണ്ടം എത്രയാണ് എക്സംഷൻ കിട്ടുക എന്നുള്ളതാണ് അടുത്തത്. അതിനവര് ആദ്യത്തെ കാറ്റഗറൈസേഷൻ ഈ ജേർണി വിത്തിൻ ഇന്ത്യ ട്രാവൽ ചെയ്തത് ഫ്ലൈറ്റിലാണല്ലോ എന്ന് ആദ്യം നോക്കും. ഫ്ലൈറ്റിലാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ എംപ്ലോയിയുടെ സ്ഥലത്ത് നിന്ന് ഡെസ്റ്റിനേഷൻ ട്രാവൽ ചെയ്ത സ്ഥലത്തേക്കുള്ള ഷോർട്ടസ്റ്റ് റൂട്ടിലുള്ള ഇക്കോണമി ഫെയർ ബൈ എയർ ഇന്ത്യ. എയർ ഇന്ത്യയുടെ ഇക്കണോമി ഫെയർ ഏറ്റവും ഷോർട്ടസ്റ്റ് റൂട്ടിലുള്ള ഡിസ്റ്റൻസ്, ഷോർട്ടസ്റ്റ് റൂട്ട് കൂടെയുള്ള എക്കോണമി ഫെയർ ആണ് എക്സംഷൻ കിട്ടുക. മാക്സിമം എക്സംഷൻ. ഇപ്പൊ അത്രയും എംപ്ലോയർ തരണില്ല എന്ന് പറഞ്ഞാൽ അതിൽ അത്രയും തന്നെ എക്സംഷൻ കിട്ടുള്ളൂ. പക്ഷെ മാക്സിമം എക്സംഷൻ കിട്ടുക ഇത്രയാണ്. രണ്ടാമത്തെ കാറ്റഗറൈസേഷൻ വേർ പ്ലേസസ് ഓഫ് ഒറിജിൻ ഓഫ് ജേർണി ആൻഡ് ഡെസ്റ്റിനേഷൻ ആർ കണക്റ്റഡ് ബൈ റെയിൽ ആൻഡ് ജേർണി ഈസ് പെർഫോംഡ് ബൈ എനി മോഡ് അതർ ദാൻ എയർ. അതായത് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യണില്ല, പക്ഷെ ഈ ഒറിജിനും ഡെസ്റ്റിനേഷനും റെയിലുമായിട്ട് കണക്റ്റഡ് ആണ്. എക്സാമ്പിൾ പറഞ്ഞാൽ കൊച്ചിയിൽ നിന്ന് പോയി ഡൽഹിക്കാണ് പോയത്, കണക്റ്റഡ് ബൈ റെയിലാണ്, ഫ്ലൈറ്റിൽ പോകണില്ല. ഐദർ കാറിലോ ഐദർ ബസ്സിലോ ഐദർ ട്രെയിനിലോ എന്തിലോ ആയിക്കോട്ടെ, പക്ഷെ ഫ്ലൈറ്റിലല്ല. ഇങ്ങനെയുള്ള സന്ദർഭത്തില് മാക്സിമം എക്സംഷൻ ഷാൽ ബി ഇൻ എമൗണ്ട് നോട്ട് എക്സീഡിംഗ് എയർ കണ്ടീഷൻഡ് ഫസ്റ്റ് ക്ലാസ് റെയിൽ ഫെയർ ബൈ ദി ഷോർട്ടസ്റ്റ് റൂട്ട് എന്നാണ് പറയുന്നത്. മാക്സിമം എക്സംഷൻ എന്ന് പറഞ്ഞാൽ
ഫസ്റ്റ് ക്ലാസ് AC റേറ്റ് ബൈ ഷോർട്ടസ്റ്റ് റൂട്ട്. ഇവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് ഡൽഹിക്ക് പോകുമ്പോൾ ചെന്നൈ വഴി പോവാം, മുംബൈ വഴി പോവാം, അല്ലെങ്കിൽ ബാംഗ്ലൂർ അവിടെ നിന്ന് അങ്ങനെ പോവാം, പല രീതിയിൽ പോവാം. അങ്ങനെയാണെങ്കിൽ ഷോർട്ടസ്റ്റ് റൂട്ട് എന്താണ് എന്ന് നോക്കിയിട്ട് അതിന്റെ AC ഫസ്റ്റ് ക്ലാസ് അതാണ് മാക്സിമം അലവബിൾ എക്സെപ്റ്റ്. അതിൽ കുറച്ചാണ് എംപ്ലോയർ തരണമെന്നുണ്ടെങ്കിൽ അത്രേ പറ്റുള്ളൂ. പിന്നെ where the places of origin and where the place of origin of journey and destination or part thereof are not connected by rail. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കേസ് പറഞ്ഞു എയർ ഫ്ലൈറ്റിൽ പോണ കേസ്. അങ്ങനെയാണെങ്കിൽ ഇക്കോണമി റേറ്റ് ആണ്, എയർ ഇന്ത്യയുടെ ഇക്കോണമി റേറ്റ് ആണ്, ഷോർട്ടസ്റ്റ് റൂട്ട് ആണ്, സിമ്പിൾ. രണ്ടാമത്തെ കേസ് പറഞ്ഞു ഫ്ലൈറ്റിലല്ല പോണത്, പക്ഷെ ഈ ഒറിജിനും ഡെസ്റ്റിനേഷനും റെയിൽ വഴി കണക്റ്റഡ് ആണ് എങ്കിൽ ഏത് മോഡിൽ പോയാലും ഷോർട്ടസ്റ്റ് റെയിൽ റൂട്ടിലുള്ള ഫസ്റ്റ് AC റേറ്റ് ആണ്, ഫെയർ ആണ്, നമുക്ക് മാക്സിമം എക്സംഷൻ കിട്ടുക എന്ന് പറയും. രണ്ടാമത്തെ കേസ് ഇഫ് ദേ ആർ നോട്ട് കണക്റ്റഡ് ബൈ റെയിൽ, അതായത് ഒറിജിനും ഡെസ്റ്റിനേഷനും റെയിലുമായിട്ട് കണക്റ്റഡ് അല്ല. അങ്ങനെയാണെങ്കിൽ എന്താണ്, ഒരു റെക്കഗ്നൈസ്ഡ്, ഇപ്പൊ ഒരാൾ ഇവിടെ നിന്ന് സിക്കിമിലേക്ക് പോകണം, അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലെ റെയിൽ കണക്ടിവിറ്റി കുറവാണ്, അവിടെ മാത്രമേ കണക്ടിവിറ്റി കുറവുള്ളൂ, അപ്പൊ അരുണാചൽ പ്രദേശിലേക്ക് പോകുന്നു. അങ്ങനെയാണെങ്കിൽ എന്താവും, എത്രയാണ് എമൗണ്ട് എക്സംഷൻ കിട്ടുക? മാക്സിമം എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ്സോ ഡീലക്സ് ക്ലാസ്സിലോ ഒരു വേറെ റെക്കഗ്നൈസ്ഡ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം എക്സിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറാവാം, ബസ്സാവാം, പബ്ലിക് ആയിരിക്കണം. പബ്ലിക് ട്രാൻസ്പോർട്ട്, റെക്കഗ്നൈസ്ഡ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉള്ള സ്ഥലത്താണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് നമുക്ക് മാക്സിമം എക്സംഷൻ ആയിട്ട് കിട്ടുക. ഷോർട്ടസ്റ്റ് റൂട്ട് എന്നുള്ളത് എല്ലാത്തിലും ഉണ്ട്. ഓക്കെ, ഇനി അങ്ങനെ റെക്കഗ്നൈസ്ഡ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇല്ലാത്ത മേഖലയിലാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് ക്ലാസ് AC ഷോർട്ടസ്റ്റ് റൂട്ട് ഡിസ്റ്റൻസ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ട് അതില് റെയിലിന്റെ എത്രയാണോ ഫസ്റ്റ് ക്ലാസ് AC ഫസ്റ്റ് ക്ലാസ് റേറ്റ് എത്രയാണ് എന്ന് നോക്കിയിട്ട് അതാണ് നമുക്ക് മാക്സിമം എക്സംഷൻ കിട്ടുക. അപ്പോ നമ്മൾ 4-5 കേസ് കവർ ചെയ്തു. ആദ്യത്തെ കൺഫ്യൂഷൻ ഒന്നുമില്ല, ഫ്ലൈറ്റ് ഉണ്ട് ഉള്ള സ്ഥലത്ത്, ഫ്ലൈറ്റിലാണ് യാത്ര എന്നുണ്ടെങ്കിൽ ഇക്കോണമി ക്ലാസ്. രണ്ടാമത്തെ കേസ് ഇത് ഒറിജിനും ഡെസ്റ്റിനേഷനും റെയിലുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ ഫ്ലൈറ്റിലല്ല ബാക്കി ഏത് മോഡിൽ പോയാലും ഷോർട്ടസ്റ്റ് റെയിൽ റൂട്ടിലത്തെ ഫസ്റ്റ് ക്ലാസ് AC റേറ്റ് ആണ് നമുക്ക് മാക്സിമം എക്സംഷൻ ആയിട്ട് കിട്ടുക. ഇനി റെയിൽ കണക്ടിവിറ്റി ഇല്ലാത്ത സ്ഥലം, അങ്ങനെയുള്ള സ്ഥലത്ത് 2 കേസ് വരാം. ഒന്ന്, റെയിൽ കണക്ടിവിറ്റി ഇല്ല പക്ഷെ അതർ മെത്തേഡ് ഉണ്ട്, അതർ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ട്, ബസ് ആവട്ടെ കാർ ആവട്ടെ, അതർ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉള്ള സ്ഥലമാണെങ്കിൽ അതിന്റെ ഈ പറഞ്ഞ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലത്തെ ഡിലക്സ് ക്ലാസ് ഫെയർ എന്താണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ഫെയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ റെയിൽ കണക്ടിവിറ്റി ഇല്ല, റെക്കഗ്നൈസ്ഡ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റവും ഇല്ല. അങ്ങനെയുള്ള കേസ് ആണെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഏതാണെന്ന് മെഷർ ചെയ്തിട്ട് അതില് റെയിലത്തെ റേറ്റ് എത്രയാ, ഫസ്റ്റ് ക്ലാസ് AC ഫസ്റ്റ് ക്ലാസ് റേറ്റ് എത്രയാന്ന് നോക്കി ആ റേറ്റ് വരെയാണ് നമുക്ക് മാക്സിമം എക്സംഷൻ കിട്ടുക. ഈ കേസുകളിൽ 5 കേസ് പറഞ്ഞതിൽ എല്ലാം കവർ ചെയ്യും. പക്ഷെ ഒന്ന് ഓർക്കണം, എക്സംഷൻ വിൽ ഹൗഎവർ ഇൻ നോ കേസ് എക്സീഡ് ദി ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഇൻകർഡ് ഓർ ഓൺ ദി പെർഫോമൻസ് ഓഫ് ജേർണി. ഇത് ഇപ്പൊ നമ്മൾക്ക് എൻടൈറ്റിൽമെന്റ് 30,000 രൂപ എൻടൈറ്റിൽമെന്റ് ഉണ്ട്, ഈ പറഞ്ഞ റേറ്റ് പ്രകാരം 30,000 രൂപ എൻടൈറ്റിൽമെന്റ് ഉണ്ട്. പക്ഷെ നമ്മൾ ആകെ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് 25,000 ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് 30,000 കിട്ടില്ല. എത്രയാണോ സ്പെൻഡ് ചെയ്തത്, ആക്ച്വൽ എക്സ്പെൻഡിച്ചർ എത്ര വന്നോ അത്രേ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ, അത്രയും മാത്രമേ എക്സംഷന് കിട്ടുള്ളൂ. ഇതാണ് ക്വാണ്ടം ഓഫ് എക്സംഷൻ LTCയുടെ വരുന്നത്. ഓക്കെ, ഈ കുറച്ച് കേസസ് ഇൻഡിവിജ്വൽ വരാവുന്ന കേസസ് ആണ്. ഒന്നാമത്തെ കേസ്, in case the LTC is encashed without performing the journey, the entire amount received by the employee would be taxable. എംപ്ലോയർ LTC എന്ന് പറഞ്ഞാൽ കൊടുത്തു, പക്ഷെ ജേർണി പെർഫോം ചെയ്തില്ല, എങ്ങടും പോയില്ല. അങ്ങനെയാണെങ്കിൽ എത്ര എമൗണ്ട് വന്നോ അത് കംപ്ലീറ്റ്ലി ടാക്സബിൾ ആണ്. ദർ ഇസ് നോ എക്സംഷൻ. രണ്ടാമത്തെ കേസ് നമ്മൾ ഫാമിലി എന്ന് പറഞ്ഞു, എംപ്ലോയി ഓർ ഹിസ് ഫാമിലിയുടെ ചാർജസും കൂടി കവർ ചെയ്യും. ഫാമിലിയിൽ ആരൊക്കെ വരും? സ്പൗസ്, ചിൽഡ്രൻ, പേരൻസ്,
brother or sister who is wholly or mainly സ്പൗസും ചിൽഡ്രൻ എന്തായാലും കവർ ചെയ്യും. പിന്നെ പേരൻസും ബ്രദർ ആൻഡ് സിസ്റ്റർ ഡിപ്പെൻഡന്റ് ആണെങ്കിൽ അവരും കവർ ചെയ്യും ഫാമിലിയുടെ ഡെഫിനിഷൻ. അപ്പോ എംപ്ലോയി വിത്ത് ഹിസ് ഫാമിലി എല്ലാവരും കൂടി പോണ ജേർണിയുടെ എക്സ്പെൻഡിച്ചർ നമുക്ക് LTCയിൽ എക്സംഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. പക്ഷേ ഒരു amendment വന്നു, exemption is available only in respect of 2 children. Exemption relating to LTC shall not be available to more than 2 surviving children of an individual after 1/10/1998. However, the above rule will not apply in respect of children born before 1/10/1998 and also in the case of multiple birth after one child. 1/10/1998 മുമ്പ് ഫാമിലിയിൽ എത്ര ചിൽഡ്രൻ ആയാലും എല്ലാവർക്കും LTC ക്ലെയിം ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ 1/10/1998 ശേഷം 2 കുട്ടികൾക്ക് മാത്രമേ എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതിന് ഒരു ചെറിയ ഒരു ഫേവറബിൾ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഒരു കുട്ടി ഉണ്ടായി, രണ്ടാമത്തെ ബർത്തില് ഒന്ന് കൂടുതൽ കുട്ടികൾ ഉണ്ടായി, ഒരു ട്വിൻസ് ഉണ്ടായി എന്ന് വെച്ചോളൂ. ഒരാൾക്ക് ഒരു എംപ്ലോയിക്ക് ആദ്യം ഒരു കുട്ടി ഉണ്ടായിരുന്നു, രണ്ടാമത്തെ പ്രസവത്തില് ട്വിൻസ് ആണ് വന്നിരുന്നുണ്ടെങ്കിൽ കുട്ടികൾ 3 ആയി. പക്ഷെ അവർക്ക് അങ്ങനെയാണെങ്കിൽ 3 കുട്ടികൾക്കും കിട്ടും. മൾട്ടിപ്പിൾ ബർത്ത് ആണെങ്കിൽ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സംഷൻ ലിമിറ്റഡ് ടു ഓൺലി 2 ചിൽഡ്രൻ. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ നേരത്തെ വായിച്ചപ്പോ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എക്സംഷൻ കിട്ടുന്നത് ഫെയറിലാണ്. റെയിൽവേ ആവട്ടെ, ഫസ്റ്റ് ക്ലാസ് AC ഫെയർ, മറ്റേ ഫ്ലൈറ്റിലാണെങ്കിൽ ഇക്കോണമി ഫെയർ, മറ്റേ അതർ സിസ്റ്റം ആണെങ്കിൽ ഡീലക്സ് ഓർ ഫസ്റ്റ് ക്ലാസ് ഫെയർ. എക്സംഷൻ ഈസ് അലൗഡ് ഓൺലി ഇൻ റെസ്പെക്ട് ഓഫ് ഫെയർ. കാരണം മാത്രം നോക്കിയാൽ മതി, അതിൽ കൂടുതൽ എന്തുണ്ടെങ്കിലും എക്സംഷൻ കിട്ടില്ല. ഫെയർ ടിക്കറ്റിൽ എന്ത് പറയണം അത് മാത്രമേ കിട്ടൂ. ഓൺ പോർട്ടേജ്, പോർട്ടറെ വിളിച്ചു, കൺവെയൻസ് ഫ്രം റെസിഡൻസ് ടു റെയിൽവേ സ്റ്റേഷൻ ഓർ എയർപോർട്ട് ഓർ ബസ് സ്റ്റാൻഡ് ആൻഡ് ബാക്ക്, ബോർഡിംഗ്, ലോഡ്ജിംഗ് ഡ്യൂറിംഗ് ദ ജേർണി, ഇതൊന്നും എക്സംഷൻ ആയിട്ട് കിട്ടില്ല. അപ്പൊ അതാണ്. അപ്പൊ എക്സംഷൻ ഈസ് ലിമിറ്റഡ് ഓൺലി ടു travel fare, air fare or rail fare. Okay. Exemption is available in respect of short route. അതും നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും. ഷോർട്ടസ്റ്റ് റൂട്ടിൽ മാത്രമേ കിട്ടുള്ളൂ. അത് നമ്മൾ തന്നെ ഒരു പല റൂട്ട് ഉണ്ടെങ്കിലും ഏറ്റവും ഷോർട്ടസ്റ്റ് റൂട്ട് മാത്രമേ ജനറലി എങ്ങനെ പോവുക, പക്ഷെ എന്നാലും അതിന് മാത്രമേ കിട്ടുള്ളൂ. Where the journey is performed from a place of origin to different places in a circular form or in any other manner, exemption for that journey will be limited to what is admissible for the journey from the place of origin to the farthest point by the shortest route. നേരത്തെ എക്സാമ്പിൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ബോംബെയിൽ വിസിറ്റ് ചെയ്തു, ഗോവയിൽ വിസിറ്റ് ചെയ്തു, ബോംബെയിൽ വിസിറ്റ് ചെയ്തു, അഹമ്മദാബാദ് വിസിറ്റ് ചെയ്തു, ജയ്പൂർ വിസിറ്റ് ചെയ്തു, ഡൽഹി വിസിറ്റ് ചെയ്തു, ആഗ്ര വിസിറ്റ് ചെയ്തു, ഡൽഹി വിസിറ്റ് ചെയ്തു. ഇതാണ് നമ്മൾ പോയ റൂട്ട്. ഇതിലത്തെ ഷോർട്ടസ്റ്റ് റൂട്ട് എന്ന് പറഞ്ഞാൽ ഒറിജിന്ന് എൻഡ് എവിടെയാണ്? ഏറ്റവും അകലമുള്ള സ്ഥലം ഏതായിരുന്നു? ഡൽഹി ആയിരുന്നു. അപ്പോ കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള റൂട്ട് അതിനെ ആദ്യം ഒറിജിനും ഡെസ്റ്റിനേഷനും ആയിട്ട് തീരുമാനിക്കും. അതുവഴി ഏറ്റവും ഷോർട്ടസ്റ്റ് എന്താണോ അതാണ് കിട്ടുക. ഫ്ലൈറ്റിലാണ് വരുന്നുണ്ടെങ്കിൽ കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള ഇക്കോണമി ഫെയർ ആണ് നമുക്ക് കിട്ടുക, നമുക്ക് എലിജിബിലിറ്റി കിട്ടുക. ബാക്കി അതിൽ കൂടുതൽ ഉള്ളത് എങ്ങാനും എംപ്ലോയർ തന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ടാക്സബിൾ, എക്സംഷൻ കിട്ടില്ല. ഇനി ഒരു പോയിന്റും കൂടി ഉണ്ട്, അതായത് ഈ എക്സംഷൻ ലിമിറ്റേഷൻ എത്ര ജേർണി വരെ പറ്റും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിൽ ഇവർ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1986 മുതൽ 4 കൊല്ലങ്ങളുടെ ഓരോ ബ്ലോക്ക് ആയിട്ട് തിരിച്ചു. ഫസ്റ്റ് ബ്ലോക്ക് 4 years സ്റ്റാർട്ടിങ് വിത്ത് 1986. ഇപ്പൊ നടക്കുന്നത് 9th ബ്ലോക്കാണ്. 9th ബ്ലോക്ക് 2018 മുതൽ 2021 വരെയാണ്. ഇത് ഇന്ത്യയിലുള്ള എല്ലാ എംപ്ലോയീസിനും യൂണിഫോം ആണ്. അപ്പോ ഏറ്റവും ആദ്യം ബ്ലോക്ക് ആയിട്ട് തിരിച്ചു. 1986 മുതൽ 4 കൊല്ലം ഒരു ബ്ലോക്ക് എന്നുള്ള രീതിയിൽ ബ്ലോക്ക് ആയിട്ട് തിരിച്ചു, യൂണിഫോം ആയിട്ട് എല്ലാവർക്കും ബാധകം. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഓരോ ബ്ലോക്കിലും 2 കൊല്ലം നിങ്ങൾക്ക് ജേർണി നടത്താം.
2 ജേർണി ഒരു ബ്ലോക്കിൽ നിങ്ങൾക്ക് നടത്താം, അതിന് എക്സംഷൻ കിട്ടും. 3 ജേർണി നടത്താം, പക്ഷെ അതാകുമ്പോൾ ടാക്സബിൾ ആവും. 2 ജേർണിക്ക് എക്സംഷൻ കിട്ടും. ഇനി ഒരു പർട്ടിക്കുലർ കേസിൽ ഒരു ബ്ലോക്കില് ഒരു ജേർണി നടത്തിയുള്ളൂ, അല്ലെങ്കിൽ നടത്തിയില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ജേർണി നമുക്ക് അടുത്ത ബ്ലോക്കിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. അതായത് ഫസ്റ്റ് ഇയറിൽ തന്നെ ചെയ്യണം. അപ്പൊ 2014 to 17 8 ബ്ലോക്ക് 2014 to 17 എംപ്ലോയി ഒരു ജേർണിയും നടത്തിയില്ല, അയാളുടെ ലാപ്സ് ആയിപ്പോയി 2 കൊല്ലത്തിൽ. അങ്ങനെയുള്ള കേസിൽ ഒരു ജേർണി മാത്രം നമുക്ക് അടുത്ത ബ്ലോക്ക് ആയിട്ട് 2021 ക്യാരി ഫോർവേഡ് ചെയ്യാം. പക്ഷേ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിലേക്ക് തന്നെ അത് ചെയ്യണം. അതായത് 2018 തന്നെ അത് ജേർണി നടത്തണം. അതാണ് പറയുന്നത്. അത് ഞാൻ സെക്ഷൻ വായിക്കാം, ബ്രീഫായിട്ട് പറഞ്ഞതാണ്. Assessee can claim exemption in respect of any 2 journeys in a block of 4 years. For this purpose, the first block of 4 years was calendar years 1986 to 89. Second block was 1990 to 90. അങ്ങനെ പോയിട്ട് 8th block is 2014 to 17 and 9th block will be 18 to 21. Block in uniform in all employees. Okay. If the assessee has not availed of the exemption of LTC in a particular block, whether for both the journeys or for one journey, he can claim the exemption of first journey in the calendar year immediately succeeding the end of the block of 4 calendar years. In other words, maximum 1 journey can be carried forward, and that too only for the first journey in the following calendar year. ഒന്നുകൂടിയും വിശദമാക്കാം. നമ്മളുടെ ക്വസ്റ്റ്യൻ LTC എക്സംഷൻ ക്ലെയിം ചെയ്യാൻ എത്ര പ്രാവശ്യം യാത്ര ചെയ്യാം എന്നാണ്. അതിനുവേണ്ടി ഗവൺമെന്റ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പ് 1986 മുതൽ 4 കൊല്ലത്തിനെ ഒരു ബ്ലോക്കായിട്ട് തിരിച്ചു. അങ്ങനെ വരുമ്പോൾ ഇത് 9th ബ്ലോക്ക് 2018 to 21 നമ്മൾ ഇപ്പൊ നിൽക്കണം. എന്നിട്ട് പറഞ്ഞു ഈ ഒരു ബ്ലോക്കില് 4 കൊല്ലമുള്ള ഒരു ബ്ലോക്കില് 2 യാത്ര നിങ്ങൾക്ക് നടത്താം, for which LTC will be exempt എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അതേസമയം വേറൊരു ഫേവറബിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ, ഒരാള് ഒരു ബ്ലോക്കിൽ ഒരു യാത്രയും നടത്തില്ല, അല്ലെങ്കിൽ ഒരു യാത്രയെ നടത്തിയുള്ളൂ, 2 ചെയ്തില്ല. അങ്ങനെയുള്ളവർക്ക് ഒരു ജേർണി ക്യാരി ഫോർവേഡ് ചെയ്യാം അടുത്ത ബ്ലോക്കിലേക്ക്, പക്ഷെ ആദ്യത്തെ കൊല്ലം തന്നെ അത് അവൈൽ ചെയ്യണം എന്ന് മാത്രം. അതാണ് LTCനെ പറ്റിയിട്ടുള്ള നമ്മളുടെ എക്സെപ്ഷൻ. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ സാലറിയിലാണ് വരിക. സാലറീഡ് എംപ്ലോയീസിന് മാത്രമേ വരുള്ളൂ. അവർ ജനറലി ഒരുവിധം ബാങ്ക്സോ അല്ലെങ്കിൽ ഒരുവിധം വലിയ ഓർഗനൈസേഷൻസ് ഇത് ചെയ്യാറുണ്ട്, LTC കൊടുക്കാറുണ്ട്. അപ്പൊ നമുക്ക് കമ്പയർ ചെയ്യേണ്ടത് അവരുടെ യാത്രയിലത്തെ ടിക്കറ്റ് ഫെയർ ആണ് നോക്കേണ്ടത്. ഷോർട്ടസ്റ്റ് റൂട്ട് ആണോ എന്ന് നോക്കണം. ടിക്കറ്റ് ഫെയർ ആണ് നമുക്ക് എക്സെപ്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുക. ഫാമിലിക്ക് കൊണ്ടുപോകാം, ചിൽഡ്രൻ ആണെങ്കിൽ 2 പേരെ കൊണ്ടുപോകാൻ പാടില്ല. ഇതാണ് ജനറൽ ആയിട്ട് പറയാം. ഓക്കെ. രണ്ടാമത്തെ എക്സെപ്ഷൻ ഹൗസ് റെന്റ് അലവൻസ്. സെക്ഷൻ 1013A റെഡ് വിത്ത് റൂൾ 2A. ഹൗസ് റെന്റ് അലവൻസ് ഒരുവിധം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരുവിധം എല്ലാ സാലറി ബ്രേക്കപ്പിലും കാണുന്ന ഒരു കമ്പോണന്റ് ആണ്. അതായത് ഇതിന്റെ മീനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോലി ചെയ്യണ സ്ഥലത്ത് ഈ പറഞ്ഞ എംപ്ലോയിക്ക് ഒരു ഓൺ റെസിഡൻസ് ഇല്ല, അതുകൊണ്ട് റെന്റ് എടുക്കണു, ഹൗസ് റെന്റിൽ എടുത്തിട്ടാണ് ജോലി ചെയ്യണത്. അവർക്ക് റെന്റ് കൊടുക്കണതിന് വേണ്ടി ഒരു അലവൻസ്, ഇതൊരു റീഇംബേഴ്സ്മെന്റ് അല്ല, ഒരു അലവൻസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ അലവൻസ് എക്സംഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. അതാണ് HRA. ഓക്കെ, ഇനി നമുക്ക് സെക്ഷനിലേക്ക് പോകാം. ഹൗസ് റെന്റ് അലവൻസ് ഗ്രാൻഡഡ് ടു an assessee by his employer is exempt from tax to the extent of the least of the following. 3 രീതിയിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. അതിൽ ഏതാണോ ഏറ്റവും കുറവ് അതാണ് എക്സംഷൻ ആയിട്ട് അലവ് ചെയ്യുക. ഒന്നാമത്തെ ആക്ച്വൽ HRA റിസീവ്ഡ്, എത്രയാണോ എംപ്ലോയർ കൊടുത്ത HRA എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് എത്രയാണോ ആ ഫിഗർ ആദ്യം എഴുതുക. രണ്ടാമത്തത് 40% ഓഫ് സാലറി, മെട്രോസിലാണ് 50% ഓഫ് സാലറി. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, മിസ്റ്റർ A in Trivandrum is drawing an annual salary of 5 lakhs. Then the amount under this clause shall be 40% of rupees 5 lakhs amounting to rupees 2 lakhs. അതായത്
സാലറി എന്ന് പറഞ്ഞാൽ ഓരോന്നിനും ഈ പറഞ്ഞ ഗ്രാറ്റുവിറ്റിക്ക് ആവട്ടെ, അത് അടുത്ത സാലറിയുടെ പഠിപ്പിക്കുമ്പോൾ പറയാം. സാലറി എന്നുള്ളതിന്റെ ഡെഫിനിഷനിൽ എന്തൊക്കെ വരും എന്നുള്ളത് ഓരോ സെക്ഷനും വേറെ വേറെയാണ്. അതൊരു ടേബിളായിട്ട് എല്ലാം കൂടിയും പറയുമ്പോൾ വളരെ പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ എന്നാൽ ഇപ്പൊ മനസ്സിലാക്കേണ്ടത് സാലറി എത്രയാന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതിന്റെ 40% ആണ് നമ്മുടെ രണ്ടാമത്തെ ക്ലോസിൽ കൊടുക്കേണ്ട ഫിഗർ. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞു. ട്രിവാൻഡ്രത്തിൽ ഉള്ള ഒരാൾക്ക് 5 lakhs ആണ് ഗ്രോസ് സാലറി. 40% ഓഫ് 5 lakhs will be 2 lakhs. അപ്പോൾ ഈ ക്ലോസിൽ വരേണ്ട ഫിഗർ 2 lakhs ആണ്. ഇനി മൂന്നാമത്തെ ക്ലോസ്, ആക്ച്വൽ റെന്റ് പെയ്ഡ് ലെസ് 10% ഓഫ് സാലറി. ഇദ്ദേഹം നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ഇദ്ദേഹം 1,50,000 രൂപയാണ് ആക്ച്വൽ റെന്റ് പേ ചെയ്തതെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സാലറി 5 ലക്ഷമാണ്. അപ്പൊ അതിന്റെ 10% എന്ന് പറഞ്ഞാൽ 50,000 ആയി. അപ്പോ ആക്ച്വൽ റെന്റ് ലെസ് 10% ഓഫ് സാലറി. ആക്ച്വൽ റെന്റ് പേ ചെയ്ത് 1,50,000 മൈനസ് 10% ഓഫ് സാലറി 50,000. അപ്പോ ഈ ക്ലോസിൽ വരേണ്ട ഫിഗർ 1 lakh ആണ്. അപ്പൊ 3 ക്ലോസ്. ആദ്യം ആക്ച്വൽ HR എത്രയാണോ എംപ്ലോയർ കൊടുത്തിരിക്കുന്നത് ആ ഫിഗർ എഴുതുക. ആ ഫിഗർ ഒരു എക്സാമ്പിളിന് വേണ്ടി അതും 1 ലക്ഷം എന്ന് വിചാരിക്കും. അപ്പോ അത് 1 ലക്ഷം വന്നു. രണ്ടാമത്തെ കേസ് 40% ഓഫ് സാലറി, നേരത്തെ കേസിൽ 2 ലക്ഷം വന്നു. പിന്നെ ആക്ച്വൽ റെന്റ് പെയ്ഡ് ലെസ് മൈനസ് 10% ഓഫ് സാലറി, അതും 1 ലക്ഷം വന്നു. അപ്പൊ ഇവിടെ ഏറ്റവും കുറവ് വന്നിരിക്കുന്ന 1 ലക്ഷമാണ്. അപ്പൊ 1 ലക്ഷം രൂപ ഈ എംപ്ലോയിക്ക് എക്സംഷൻ ആയിട്ട് കിട്ടും, നോട്ട് ടാക്സബിൾ സാലറി. പിന്നെ ഈ ഇതില് ഒരു കേസ് വരുന്നത് ഡ്യൂ ബേസിസ് ഫോർ HRA കാൽക്കുലേഷൻ. ഇപ്പോ നമ്മൾ നേരത്തെ 50% ഓഫ് സാലറി എന്ന് പറഞ്ഞു. സാലറി അഡ്വാൻസ് കുറച്ച് 2 മാസത്തെ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ പർട്ടിക്കുലർ എംപ്ലോയി മിസ്റ്റർ എ 2 മാസത്തെ അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അയാൾക്ക് 12 മാസത്തിന് പകരം 14 മാസത്തെ സാലറി കിട്ടി. പക്ഷെ നമ്മൾ ഈ 40% 50% കാൽക്കുലേറ്റ് ചെയ്യുന്നത് 12 മാസത്തെ സാലറിയിൽ തന്നെയുള്ളൂ. അഡ്വാൻസ് സാലറി വിൽ ബി ഡിസ്റിഗാർഡഡ്. അത് നമ്മൾ കൺസിഡർ ചെയ്യുക. പിന്നെ ഇപ്പോ ഒരു കേസില് അദ്ദേഹം മിസ്റ്റർ എ 6 മാസം ഒരു സ്ഥലത്ത് വർക്ക് ചെയ്തു, ബാക്കി 6 മാസം വേറൊരു സ്ഥലത്ത് വർക്ക് ചെയ്തു. ആദ്യം തന്ന സ്ഥലത്ത് രണ്ടും ഒരേ സിറ്റിയിലാണ്, രണ്ടും കൊച്ചിയിലാണെന്ന് വെച്ചോളൂ. അങ്ങനെയാണ് ആദ്യത്തെ എംപ്ലോയറുടെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ HRA ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ എംപ്ലോയറുടെ HRA ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ സാലറി എന്ന് പറഞ്ഞാൽ ആ എത്ര മാസമാണോ ഈ എംപ്ലോയർ HRA ഉള്ള എംപ്ലോയറുടെ അടുത്ത് വർക്ക് ചെയ്ത് ആ അത്രയും മാത്രം നമുക്ക് കമ്പ്യൂട്ട് ചെയ്താൽ മതി. ഫുൾ ആയിട്ടുള്ളത് കമ്പ്യൂട്ട്, കാരണം ഒരേ സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത്. പക്ഷെ എന്നാലും നമ്മളെ ഈ എംപ്ലോയറുടെ അടുത്ത് HRA ഉള്ള എംപ്ലോയറുടെ അടുത്ത് എത്ര മാസം താമസിച്ചോ അത് മാത്രം നമ്മൾ കമ്പ്യൂട്ട് ചെയ്താൽ മതി. അതാണ് പറയുന്നത്. പിന്നെ സാലറി ഈസ് ടേക്കൺ ഓൺലി ഫോർ ദ പീരീഡ് ഫോർ വിച്ച് ഹൗസ് റെന്റ് അലവൻസ് ഇസ് റിസീവ്ഡ്. നേരത്തെ എക്സാമ്പിൾ ആദ്യത്തെ 6 മാസം കിട്ടിയില്ല. അപ്പൊ ആ 6 മാസത്തെ റെന്റും ഡിസ്റിഗാർഡ് ചെയ്യുക, ബാക്കിയുള്ള 6 മാസത്തെ സാലറി മാത്രം എടുക്കുക, അതിൽ ഈ പറഞ്ഞ പെർസെന്റേജ് അപ്ലൈ ചെയ്യുക. ഏറ്റവും കുറവ് എത്രയാണെന്ന് നോക്കിയിട്ട് അതാണ് എക്സംഷൻ ക്ലെയിം ചെയ്യുക. ഇനി കണ്ടീഷൻസ് ടു ബി സാറ്റിസ്ഫൈഡ് ഫോർ ക്ലെയിമിംഗ് HRA ഡിഡക്ഷനിൽ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പൊ നമ്മളുടെ അടുത്തൊരു ഒരാള് HRAയുടെ എക്സംപ്റ്റ് ആണ് എന്ന് പറഞ്ഞു വരികയാണെങ്കിൽ മിനിമം നമുക്ക് ആ റെന്റ് അഗ്രിമെന്റ് എങ്കിലും കാണണം. അല്ലെങ്കിൽ ഇതൊരു റെന്റിന് താമസിക്കണത് ആണോ, റെന്റ് കൊടുക്കണ്ടോ എന്നുള്ളത് എന്തായാലും കൺഫേം ചെയ്യണം. നമ്മളിപ്പോ എംപ്ലോയറുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ എംപ്ലോയർക്ക് ഇതില്ലെങ്കിൽ ഷോർട്ട് ഡിഡക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് TDS ഷോർട്ട് ഡിഡക്ഷൻ വരും. എംപ്ലോയിക്ക് ആണെങ്കിൽ ഇപ്പൊ തൽക്കാലം രക്ഷപ്പെട്ട ഒരു സ്ക്രൂട്ടിനി വരുമ്പോൾ അവര് ഇൻട്രസ്റ്റ് പെനാൽറ്റി ആയിട്ട് വരും. അപ്പൊ ഇത് HRA എല്ലാവർക്കും ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ കണ്ടീഷൻസ് ടു ബി സാറ്റിസ്ഫൈഡ് ഫോർ ക്ലെയിമിംഗ് HRA ഡിഡക്ഷൻ. This deduction is allowed only when an employee actually pay rent for his residence purpose. If no rent is paid for any period, then no deduction is allowed for that period. Rent receipts may be asked as proof by the income tax officer. പല ഓർഗനൈസേഷനിൽ ബേസിക് DA എന്ന് പറയുന്ന പോലെ ഓട്ടോമാറ്റിക് ആയിട്ട് HRA എന്ന് പറഞ്ഞ് ഇൻക്ലൂഡ് ചെയ്തേക്കാണ്. അപ്പൊ അത് അവര് whether the employee is staying in own house or rented house ഒന്നും നോക്കണില്ല. അവര് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് പറയാണ്. അപ്പൊ പക്ഷെ റിട്ടേൺ ഫയൽ ചെയ്യണ സമയത്ത് എൻഷുർ ചെയ്യണം, അതായത് റെന്റ് കൊടുത്ത് ഒരു സ്ഥലത്ത് താമസിച്ചിട്ടുണ്ട് എന്നാൽ മാത്രമേ ഈ എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ടാക്സബിൾ ആണ്. അത് പിന്നെ ഇൻകം ടാക്സ് ഓഫീസർ ഏത് എടുത്താലും അവര് പ്രൂഫ് ചോദിക്കാറുണ്ട്. റെന്റ് റെസീറ്റും ചോദിക്കും, റെന്റ് അഗ്രിമെന്റും ചോദിക്കും. ഇത് രണ്ടുമാണ് ഇൻകം ടാക്സ് ഓഫീസർമാർ ചോദിക്കാറ്. അത് കൊടുക്കാൻ SSC ബാധ്യസ്ഥരാണ്, കാരണം എക്സംഷൻ ക്ലെയിം ചെയ്യുന്നത്.
If there is any change in the amount of salary, rent or HRA or city of residence from metro to non-metro or vice versa during the year, then such deduction is calculated on a monthly basis. അതായത് ആദ്യം 20,000 രൂപ സാലറിയിൽ ജോയിൻ ചെയ്തു, അതിൽ 3,000 രൂപ HRA ആയിരുന്നു. 3 മാസം കഴിഞ്ഞപ്പോ 20,000 രൂപ സാലറി എന്നുള്ളത് 40,000 ആയി, HRA വന്നിരിക്കുന്നത് 4,000 ആയി, അല്ലെങ്കിൽ 5,000 രൂപയായി. അങ്ങനെയാണെങ്കിൽ അപ്പൊ ഒരു കൊല്ലത്തെയാണ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണത്, ഒരു കൊല്ലം കഴിയുമ്പോഴാണ്. അപ്പൊ നമ്മൾ ഏതൊക്കെ മാസം വന്നോ എന്ന് നോക്കിയിട്ട് അതേപോലെ എക്സംഷൻ ക്ലെയിം ചെയ്യണം. ലാസ്റ്റ് ഡ്രോൺ HRA എത്രയാണെന്ന് നോക്കിയിട്ട് ചെയ്യരുത്. എത്രയാണോ ഓരോ തവണ ഓരോ മാസം എത്രയായിരുന്നു ആക്ച്വൽ HRA തന്നിരുന്നത് അതനുസരിച്ച് മാത്രമേ എക്സംഷൻ ക്ലെയിം ചെയ്യാവൂ. അതേപോലെ തന്നെ കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് ട്രാൻസ്ഫർ ആയി, അപ്പൊ മെട്രോ ടു നോൺ മെട്രോ ആയി, കാൽക്കുലേഷൻ മാറി. കാരണം സാലറിയുടെ 40% ആണ് കൊച്ചിയിൽ നോക്കേണ്ടത്, അതേസമയം ഡൽഹിയിലാണെങ്കിൽ സാലറിയുടെ 50% ആണ്. അതുകൊണ്ട് പക്ഷെ അങ്ങനെയാണെങ്കിലും ഓരോ മാസത്തിലും എന്താണോ ആക്ച്വൽ ഡേറ്റ അതനുസരിച്ചിട്ട് നമ്മൾ HRA കാൽക്കുലേറ്റ് ചെയ്യും, എന്നിട്ട് എക്സംഷൻ ക്ലെയിം ചെയ്യും. Okay. Even if rent is paid to a family member, HRA is allowed, as held in Bajrang Prasad Ramdharani ITAT. ട്രൈബ്യൂണൽ ഡിസിഷൻ ആണ്. ഹസ്ബൻഡ് എംപ്ലോയി ആണ്, ഹസ്ബൻഡിന്റെ പേരില് വീടില്ല, വൈഫിന്റെ പേരിലാണ് വീട്. ഹസ്ബൻഡ് വൈഫിന് റെന്റ് കൊടുക്കണു, അല്ലെങ്കിൽ റെന്റ് കൊടുക്കണതായിട്ട് കാണിക്കണു, എഗ്രിമെന്റ് ഉണ്ട്, റെസീറ്റ് ഉണ്ട്. അങ്ങനെയെങ്കിലും HRA എക്സംഷൻ ക്ലെയിം ചെയ്യാം. ഓൺലി തിങ് വൈഫിന്റെ ഹാൻഡ്സില് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ വൈഫ് പേ ചെയ്യേണ്ടി വരും, ടാക്സബിൾ ആണ്. എന്നാലും ഫാമിലി മെമ്പർ ആണെങ്കിൽ കൂടി HRA ഡിനൈ ചെയ്യാൻ പറ്റില്ല. റെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ HRA ഉണ്ട്. There is no requirement that employee should not own any house property. If the employee resides in a rented property, he can claim exemption even if he owns a house property in the same or a different city. Suppose Mr. A ട്രിവാൻഡ്രത്ത് താമസിക്കും. അദ്ദേഹത്തിന് അവിടെ ഒരു വീടുണ്ട്. അദ്ദേഹം പക്ഷെ അവിടെ താമസിക്കുന്നില്ല, അത് റെന്റിന് കൊടുത്തേക്കാണ്. ട്രിവാൻഡ്രത്ത് തന്നെ ഓഫീസിനോട് അടുത്തിട്ടുള്ള വേറൊരു വീട് റെന്റിന് എടുത്തിട്ടാണ് അദ്ദേഹം താമസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ HRA കിട്ടുമോ? കാരണം ഒരേ സിറ്റിയിൽ തന്നെ ഈ പറഞ്ഞ മിസ്റ്റർ എ ഒരു വീട് ഓൺ ചെയ്യുന്നുണ്ട്, പക്ഷെ ഹീസ് പേയിങ് റെന്റ്, ഹീസ് സ്റ്റേയിങ് ഇൻ എ ഡിഫറെന്റ് റെന്റഡ് പ്ലേസ്. അതുകൊണ്ട് തന്നെ HRA കിട്ടും. HRA എക്സംഷന്റെ റിക്വയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെന്റഡ് ഹൗസിലായിരിക്കണം, റെന്റ് പേ ചെയ്യണം, ഇത്രയേ ഉള്ളൂ റിക്വയർമെന്റ്. അത് വേറെ ഓൺ ചെയ്യണോണ്ട് കുഴപ്പമില്ല. ഓക്കെ. ഡിഡക്ഷൻ ഓഫ് ഹൗസ് റെന്റ് അലവൻസ്, home loan interest under section 24B, repayment of housing loan under 80C can be claimed simultaneously. ഈ കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ഹൗസിംഗ് ലോൺ എടുത്തിട്ട് ഒരു വീട് പണിയണം. അപ്പൊ ഞാൻ അതിന്റെ ഹൗസിംഗ് ലോണിന്റെ പ്രിൻസിപ്പൽ റീപേയ്മെന്റിന് 80Cയിൽ ക്ലെയിം ചെയ്യാൻ പറ്റും. അതിന്റെ ഇൻട്രസ്റ്റ് ഹൗസ് റെന്റ് ഹൗസ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. അതിന്റെ കൂടെ HRA ക്ലെയിം ചെയ്യാൻ പറ്റുമോ? പറ്റും. HRAയുടെ നേരത്തെ പറഞ്ഞ പോലെ HRAയുടെ റിക്വയർമെന്റ് ആക്ച്വലി റെന്റഡ് ഹൗസിൽ താമസിക്കണം, റെന്റ് കൊടുക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് സൈമൾട്ടേനിയസ്ലി ഈ 3 ക്ലെയിം ചെയ്യാൻ പറ്റും. ഒരു ചെറിയ പ്രോബ്ലം ഉള്ളത്, ഇഫ് മെയിന്റനൻസ് ചാർജസ് ആർ പെയ്ഡ് സെപ്പറേറ്റ്ലി ദെൻ നോ ഡിഡക്ഷൻ ഈസ് അവൈലബിൾ ഫോർ ദി മെയിന്റനൻസ് ചാർജ്. പല സ്ഥലത്തും TDSന്റെ ലിമിറ്റ് ക്രോസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി റെന്റും മെയിന്റനൻസ് ചാർജും സെപ്പറേറ്റ് ആണ് കാണിക്കാറ്. എസ്പെഷ്യലി ഫ്ലാറ്റുകളിൽ മെയിന്റനൻസ് ചാർജ് 3,000 രൂപ 4,000 രൂപ സെപ്പറേറ്റ് ആയിട്ടാണ് കാണിക്കാറ്. നമ്മൾ HRAയുടെ എക്സംഷൻ ഡസ് നോട്ട് കവർ മെയിന്റനൻസ് ചാർജ്. മെയിന്റനൻസ് ചാർജ് സെപ്പറേറ്റ് ആണ്. അത് റെന്റിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാണ്, വേറെ പേരിട്ടിട്ട് റെസീറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് കുഴപ്പമില്ല. റെന്റിന് മാത്രമേ കിട്ടുള്ളൂ, മെയിന്റനൻസ് ചാർജിന് എക്സംഷൻ കിട്ടില്ല. Then the employee is exempt from ഒരു സർക്കുലർ. ഇപ്പൊ ഇതിനൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി സർക്കുലർ ഇറക്കിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, the employee is exempted from production of rent receipt to the employer if the house rent allowance is up to 3,000 per month. However, the assessing officer will be free to make such inquiry as he deems fit for the purpose of satisfying himself that the employee has incurred actual expenditure on payment of rent. Government CBDT സർക്കുലർ ഇറക്കി, അതായത് 3,000 താഴെ
3000 അല്ലെങ്കിൽ 3000 താഴെ മന്ത്ലി റെന്റ് ഉണ്ടെങ്കിൽ റെന്റ് റെസീറ്റോ അല്ലെങ്കിൽ റെന്റ് അഗ്രിമെന്റോ എംപ്ലോയറെ കാണിക്കണമെന്നില്ല. യു ക്യാൻ ക്ലെയിം എച്ച് ആർ എ ക്ലെയിം ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. അത് എംപ്ലോയറുടെ സൈഡിൽ നിന്നാണ്. അസസിംഗ് ഓഫീസറിന് അത് ബാധകമല്ല. അസസിംഗ് ഓഫീസർ ഒരു സ്ക്രൂട്ടിനിക്ക് വിളിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ റെന്റ് റെസീറ്റും റെന്റ് അഗ്രിമെന്റും നിർബന്ധമായും ചോദിക്കും. അതിനൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ട്. ഇതാണ് റെന്റ് HR എന്ന് പറഞ്ഞ കമ്പോണന്റ്. അതൊരുവിധം വളരെ പെർവേസീവ് ആണ്, എല്ലാ സാലറിയിലും കാണുന്നതാണ്. അതില് എക്സംഷൻ കിട്ടും. എക്സംഷൻ കിട്ടാനുള്ള മിനിമം റിക്വയർമെന്റ് റെന്റഡ് ആയിരിക്കണം. ആക്ച്വലി റെന്റഡ് ഹൗസിലായിരിക്കണം താമസിക്കുന്നത്, റെന്റ് കൊടുക്കണം എന്നുള്ളതാണ്. ഡിഡക്ഷന്റെ പെർസെന്റേജ് 3 ടൈപ്പ് ഓഫ് കാൽക്കുലേഷൻ നടത്തി അതിൽ ഏറ്റവും ലോവർ ഏതാണോ അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി സെക്ഷൻ 1014 കുറെ കേസുകൾ പറയുന്നുണ്ട്. ഇത് സ്പെഷ്യൽ അലവൻസ് ആണ്. അപ്പൊ നേരത്തെ പറഞ്ഞു, അതായത് ജനറലി അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സബിൾ ആണ്. റീഇംബേഴ്സ്മെന്റ് ഇപ്പം നേരത്തെ ഒരു എക്സാമ്പിൾ, ഇപ്പൊ ഇല്ല സെക്ഷൻ, പക്ഷെ എന്നാലും നേരത്തെ എക്സാമ്പിളില് 15,000 രൂപ വരെ റീഇംബേഴ്സ്മെന്റ് ഓഫ് മെഡിക്കൽ എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സംഷൻ കിട്ടിയിരുന്നു. അത് സാലറിയിൽ നിന്ന് കുറയ്ക്കാമായിരുന്നു. ഇതേ സാധനം തന്നെ 15,000 മെഡിക്കൽ അലവൻസ് എഴുതിയ ടാക്സബിൾ ആയിരുന്നു. റീഇംബേഴ്സ്മെന്റ് ഓഫ് മെഡിക്കൽ എക്സ്പെൻസ് എഴുതി എന്നുള്ള ഹെഡില് സാലറി സ്ലിപ്പിൽ കണ്ടാൽ എക്സംപ്റ്റ് ആണ്. പക്ഷെ സെയിം എമൗണ്ട് മെഡിക്കൽ അലവൻസ് എഴുതിയ ടാക്സബിൾ ആയിരുന്നു. അതുകൊണ്ട് ജനറലി സ്പീക്കിംഗ് എല്ലാ അലവൻസും ടാക്സബിൾ ആണ്, അൺലെസ് സ്പെസിഫിക്കലി എക്സംപ്റ്റഡ് ലൈക്ക് HR ഓർ ബാക്കി വരുന്ന കാര്യങ്ങൾ. രണ്ടാമത്തെ കാര്യം, ഈ ഇപ്പൊ ഇനി പറയാൻ പോണ അലവൻസും ഇൻക്ലൂഡിങ് HR അത് ഓട്ടോമാറ്റിക് അല്ല. എവറിത്തിങ് ഡിപ്പെൻഡ്സ് ഓൺ സർവീസ് അഗ്രിമെന്റ്. സർവീസ് അഗ്രിമെന്റ് പ്രകാരം നമ്മളുടെ സാലറി ബ്രേക്കപ്പില് ഈ പറഞ്ഞ അലവൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പാടുള്ളൂ. അത് സാലറി സ്ലിപ്പ് ഉണ്ടാക്കുമ്പോൾ ആദ്യത്തെ സാലറി അപ്പോയിന്റ്മെന്റ് ലെറ്ററിൽ സാലറിയുടെ ബ്രേക്കപ്പിൽ തന്നെ ഇത് ഇൻക്ലൂഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് കിട്ടില്ല. അതാണ് നോക്കേണ്ടത്. അപ്പൊ നമുക്ക് സെക്ഷനിലേക്ക് പോവാം. അലവൻസ് is generally defined as fixed amount given regularly in addition to salary for the purpose of meeting some particular requirement connected with the service rendered by the employee or as compensation for unusual condition. It is fixed, predetermined and given irrespective of actual expenditure. ഒരു അലവൻസിന്റെ നേച്ചർ പറഞ്ഞു. Generally, all allowances that are included in the salary of an employee, like overtime allowance or dearness allowance or cash allowance, etc., are taxable. However, the below allowances, which are part of the salary, are exempt from income tax as special allowance. ഈ നേരത്തെ പറഞ്ഞ പോലെ ഇനി പറയാൻ പോണ allowances are exempt to the extent prescribed, subject to the condition that ഈ ഓരോ അലവൻസുകളും സ്പെസിഫിക്കലി നമ്മളുടെ സാലറി ബ്രേക്കപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദിസ് ക്യാൻ ബി അലൗഡ് ആസ് എൻ എക്സെപ്ഷൻ. ഒന്നാമത്തെ, ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് up to 100 or actual amount received, whichever is less, per month per child up to a maximum of 2 children. Education allowance, children education allowance എന്ന് പറഞ്ഞിട്ട് നമുക്ക് 100 രൂപ ഒരു കുട്ടിക്ക് ഒരു മാസം എന്നുള്ള കണക്കിന് 100 രൂപ വരെ എക്സംപ്റ്റ് ആണ്. ഇപ്പൊ എംപ്ലോയർ നമ്മളുടെ എംപ്ലോയർ 50 രൂപ തരുള്ളൂ എന്ന് പറഞ്ഞാൽ 50 രൂപ എക്സംപ്ഷൻ ഉള്ളൂ. പക്ഷെ അപ് ടു 100, 200 തരികയാണെങ്കിലും 100 വരെ എക്സംപ്ഷൻ ഉള്ളൂ. വിച്ച് ഈസ് ലെസ് 100 rupees വരെ അത് എക്സംപ്റ്റ് ആണ്. ഹോസ്റ്റൽ എക്സ്പെൻഡിച്ചർ അലവൻസ്, ഒരു കുട്ടിക്ക് ഒരു മാസം up to 2 children rupees 300 will be or actual amount whichever is less. അതാണ് എക്സംപ്ഷന്റെ ലിമിറ്റ്. അപ്പൊ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ 100 രൂപ പെർ മന്ത് പെർ ചൈൽഡ്, ഹോസ്റ്റൽ എക്സ്പെൻഡിച്ചർ 300 rupees per month per child up to a maximum of 2 children. ഇനി transport allowance granted to a blind or deaf or handicapped employee to meet expenditure on commuting between the place of residence and place of 2,000, 3,000 or actual amount received, whichever is less, per month is exempt. ഈ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രാൻസ്പോർട്ട് അലവൻസ് ആണ്. ബ്ലൈൻഡോ ഡെഫോ അല്ലെങ്കിൽ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസിനാണ് കിട്ടുക. പക്ഷേ പർപ്പസ് ഈസ് ഡിഫൈൻഡ്. അതായത് വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്തേക്ക് പോവാനും വരാനും
അത് മാത്രമേ കവർ ചെയ്യുള്ളൂ. അതിനിടയിൽ ഇപ്പൊ ഒരു ബാങ്ക് മാനേജറാണ് അല്ലെങ്കിൽ ഒരു ബാങ്കിലത്തെ എംപ്ലോയി ആണ്. അദ്ദേഹം ഡ്യൂറിങ് ദി വർക്കിംഗ് അവേഴ്സ് ഒരു സ്ഥലത്തെ ഒരു ഹെഡ് ഓഫീസിലേക്ക് പോകേണ്ടി വന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകാനുണ്ട്. അങ്ങനെ ഒരു അലവൻസ് കൊടുത്തു. അത് എക്സംപ്റ്റ് അല്ല. അത് അപ്പോ ഈ എക്സംഷൻ കവേഴ്സ് ഓൺലി ദി എക്സ്പെൻഡിച്ചർ ഓൺ commuting between place of residence and place of duty to blind, deaf or handicapped employees. 3200 ഇനി എംപ്ലോയർ 3000 കൊടുക്കണമെന്നുണ്ടെങ്കിൽ 3000 അല്ലെങ്കിൽ up to 3200 will be exempt per month. Allowance granted by employee working in any transport system, transport business, to meet his personal expenditure during his duty performed in the course of running such transport from one place to another place, provided employee is not in receipt of daily allowance. ഒരു ബസ് കണ്ടക്ടറുടെ കേസ് എടുക്കാം. ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യണത്. ഈ രാവിലെ മുതൽ രാത്രി വരെ വർക്ക് ചെയ്യണ സമയത്ത് പേഴ്സണൽ എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്യും. അപ്പൊ അങ്ങനത്തെ ലഞ്ച് ആവട്ടെ ഡിന്നർ ആവട്ടെ എന്തോ ആയിക്കോട്ടെ അതിൽ പേഴ്സണൽ എക്സ്പെൻസ് ഇൻകർ ചെയ്യും. അതിനെ കവർ ചെയ്യാൻ വേണ്ടി അങ്ങനെ വരണ പേഴ്സണൽ എക്സ്പെൻഡിച്ചർ അപ് ടു എ സർട്ടൻ ലിമിറ്റ് എക്സംഷൻ കിട്ടും. പ്രൊവൈഡഡ് ഈ എംപ്ലോയർ ഡെയിലി അലവൻസ് കൊടുക്കുകയാണെങ്കിൽ ഈ എക്സ്പെൻഡിച്ചർ ഈ എക്സംപ്റ്റ് ഇൻകം എക്സംഷൻ കിട്ടില്ല. ഡെയിലി അലവൻസ് കൊടുക്കുകയാണെങ്കിൽ അതിലേ പോകുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ വേറെ പേരിട്ട് അലവൻസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും. എത്രയാണ്? ക്വാണ്ടം ഓഫ് എക്സംഷൻ ഇസ് ദി ലോവർ ഓഫ് 70% of such allowance or rupees 10,000 per month. ഇതിൽ ഏതാണോ കുറവ് അതാണ് കിട്ടുക. ഡെയിലി അലവൻസ്, ഡെയിലി ബാറ്റ എന്ന് പറയും, അങ്ങനെയുള്ളത് ഇല്ലാത്ത ഒരാൾക്ക് ഹു ഈസ് വർക്കിംഗ് ഇൻ എ ട്രാൻസ്പോർട്ട് സിസ്റ്റം രാവിലെ മുതൽ വൈകുന്നേരം വർക്ക് ചെയ്യണതിന്റെ ഇടയില് പേഴ്സണൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടി അത് മീറ്റ് ചെയ്യാൻ വേണ്ടി എംപ്ലോയർ ഒരു അലവൻസ് കൊടുക്കണം. അതിന്റെ 70% എത്രയാണോ എന്ന് ആദ്യം നോക്കും. അതാണോ 10,000 ആണോ ഏതാണ് കുറവ് അത് നമുക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാം അണ്ടർ ദിസ് ഹെഡ്. പിന്നെ വരുന്നു കൺവേയൻസ് അലവൻസ് ഗ്രാൻഡഡ് ടു മീറ്റ് ദി എക്സ്പെൻഡിച്ചർ ഓൺ കൺവേയൻസ് ഇൻ പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടീസ് ഓഫ് എൻ ഓഫീസ് പ്രൊവൈഡഡ് ഫ്രീ കൺവേയൻസ് ഈസ് നോട്ട് പ്രൊവൈഡഡ്. ഇതിലൊരു ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ട്രാൻസ്പോർട്ട് അലവൻസ് ആൻഡ് കൺവേയൻസ് അലവൻസ്. ട്രാവലിംഗ് അലവൻസ്, ട്രാൻസ്പോർട്ട് അലവൻസ്, കൺവേയൻസ് അലവൻസ്, ഇത് ഈ മൂന്നെണ്ണാണ് സാധാരണ ഇൻകം ടാക്സ് ആക്ടിൽ കാണാറ്. നമ്മള് ട്രാവലിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയുടെ ഭാഗമായിട്ട് നമ്മൾ എവിടെയാണ് പ്ലേസ് ഓഫ് വർക്കിൽ അല്ലാത്തൊരു സ്ഥലത്ത്, കൊച്ചിയിൽ ആള് ജോലി ചെയ്യണു, അദ്ദേഹം ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ബാംഗ്ലൂർ പോകണം, അതാണ് ട്രാവലിംഗ് എക്സ്പെൻസ്. കൊച്ചിയിൽ ജോലി ചെയ്യണു, കൊച്ചിയിൽ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് പോയിട്ട് ജോലിയുടെ ഭാഗമായിട്ട് പോയിട്ട് വരണു, മാർക്കറ്റിംഗ് ആവട്ടെ വേറെ എന്തോ ആയിക്കോട്ടെ, ഹെഡ് ഓഫീസിലേക്ക് പോകട്ടെ എന്തോ, അങ്ങനെ പോണേനെ കൺവേയൻസ് എന്ന് പറയും. വിത്തിൻ ദ സിറ്റി ട്രാവൽ ചെയ്യണേനെ അതിനെയാണ് കൺവേയൻസ് എന്ന് പറയും. അപ്പൊ അതിനൊരു എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. കൺവേയൻസ് അലവൻസ് ഗ്രാൻഡഡ് ടു മീറ്റ് ദി എക്സ്പെൻഡിച്ചർ ഓൺ കൺവേയൻസ് ഇൻ പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടീസ് ഓഫ് എൻ ഓഫീസ് പ്രൊവൈഡഡ് ഫ്രീ കൺവേയൻസ് ഇസ് നോട്ട് പ്രൊവൈഡഡ് except to the extent of actual allowance received or spent, whichever is lower. ഒരു മാസത്തേക്ക് പല കമ്പനികളും കൺവേയൻസ് അലവൻസ് ആയിട്ട് ഒരു മാസം 5000 രൂപ എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. പക്ഷേ ആക്ച്വലി സ്പെൻഡ് ചെയ്തിരിക്കുന്നത് 2000 രൂപയാണെങ്കിൽ 2000 രൂപ മാത്രമേ എക്സംഷൻ ആയിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ ഇവിടെയാണെങ്കിലും നമ്മളുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ വരുന്ന ആളുടെ അടുത്ത് ഇതൊക്കെ ചോദിക്കേണ്ടി വരും. അതായത് എക്സംഷൻ ക്ലെയിം ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എത്രയാണോ എംപ്ലോയർ കൊടുക്കണേ അത് എടുക്കാൻ പറ്റില്ല. ഇതിൽ ആക്ച്വലി സ്പെൻഡ് ചെയ്തേക്കണ എത്രയാണെന്ന് നോക്കണം. അതായത് സ്പെൻഡ് ചെയ്തതാണ് കുറവ് എന്നുണ്ടെങ്കിൽ അത്രയും മാത്രമേ എക്സംഷൻ കിട്ടുള്ളൂ ഈ കൺവേയൻസ് അലവൻസ്. ഇനിയുള്ള മിക്ക എക്സ്പെൻസും അതേപോലെയാണ്. ട്രാവലിംഗ് എക്സ്പെൻസ് ടു മീറ്റ് ദി കോസ്റ്റ് ഓഫ് ട്രാവൽ ഓൺ ടൂർ ഓൺ ട്രാൻസ്ഫർ ആവുമ്പോഴോ അല്ലെങ്കിൽ ടൂറിൽ വേറെ സിറ്റിയിലേക്ക് പോകുമ്പോഴോ ഇൻകർ ചെയ്യണ ട്രാവലിംഗ് എക്സ്പെൻസ് എക്സംപ്റ്റ് ആണ്. പക്ഷെ അവിടെ ആക്ച്വൽ ആണോ, ആക്ച്വൽ റിസീവ്ഡ് ആണോ, അതോ ആക്ച്വലി സ്പെൻഡ് ആണോ, ഏതാണോ കുറവ് അത്രയും മാത്രമേ നമുക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ആക്ച്വൽ ഡേറ്റ ഈസ് റിക്വയർഡ്. അടുത്തത് ഡെയിലി അലവൻസ് ടു മീറ്റ് ദി ഓർഡിനറി ഡെയിലി ചാർജസ് ഇൻകേർഡ് ബൈ എൻ എംപ്ലോയി ഓൺ അക്കൗണ്ട് ഓഫ് ആബ്സെൻസ് ഫ്രം ഹിസ് നോർമൽ ബിസിനസ്. ഒരു എക്സാമ്പിൾ, ഒരു ഡെപ്യൂട്ടേഷൻ പോകണം.
നോർമൽ പ്ലേസ് ഓഫ് ബിസിനസ് കൊച്ചിയാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു മാസത്തേക്ക് തൃശ്ശൂർ പോകണം. അപ്പോ ചില എക്സ്പെൻസ് ഇൻകർ ചെയ്യും. അത് ഓർഡിനറി കോഴ്സ് ഓർഡിനറി ഇതിലായിട്ട് ഇൻകർ ചെയ്യാനാണ്. അങ്ങനെയുള്ള എക്സ്പെൻസ് ഡെയിലി ബേസിസിൽ ഇൻകർ ചെയ്യാനാണ്. അങ്ങനെയുള്ള എക്സ്പെൻസും എക്സെപ്റ്റ് ആണ്. എന്താണോ റിസീവ് ചെയ്യുന്നത്, എന്താണോ സ്പെൻഡ് ചെയ്തത്, വിച്ച് എവർ ഇസ് ലോവർ ആണ് എക്സെപ്ഷൻ കിട്ടും. അതേപോലെ ഇങ്ങനത്തെ ഒരു കേസിൽ തന്നെ ഒരു ഹെൽപ്പറെയോ അല്ലെങ്കിൽ അസിസ്റ്റന്റിനെയോ എടുക്കേണ്ടി വരും. അപ്പൊ എക്സ്പെൻഡിച്ചർ ഓൺ ഹെൽപ്പർ ഓർ അസിസ്റ്റന്റ്, ഇതും എക്സെപ്ഷൻ ഉണ്ട് ടു ദി എക്സ്റ്റെന്റ് ഓഫ് ആക്ച്വൽ റെസിപ്റ്റ് ഓർ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ വിച്ച് എവർ ഇസ് ലോവർ. ഇനി എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു എംപ്ലോയി, ആ എംപ്ലോയി അക്കാഡമിക് പർപ്പസ് ആവട്ടെ റിസർച്ച് പർപ്പസ് ആവട്ടെ ട്രെയിനിങ്ങിന് പോയി, പ്രൊഫഷണൽ ഇതിനു വേണ്ടി ട്രെയിനിങ്ങിന് പോയി അല്ലെങ്കിൽ റിസർച്ചിന് പോയി, അങ്ങനെ വരുമ്പോൾ അലവൻസ് കൊടുക്കും, റിസർച്ച് അലവൻസ് കൊടുക്കും ചില ഓർഗനൈസേഷൻ, എസ്പെഷ്യലി ഫാർമ കമ്പനീസ് അവരുടെ എംപ്ലോയീസിന് അക്കാഡമിക് റിസർച്ച് അല്ലെങ്കിൽ R&D ചെയ്യുന്ന എംപ്ലോയീസ് റിസർച്ച് അലവൻസ് കൊടുക്കും. ഇങ്ങനെ ഉള്ള റിസർച്ച് അലവൻസും എക്സെപ്റ്റ് ആണ് ടു ദി എക്സ്റ്റെന്റ് ഓഫ് ആക്ച്വൽ റെസിപ്റ്റ് ഓർ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ വിച്ച് എവർ ഇസ് ലോവർ. പിന്നെ പർച്ചേസ് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് യൂണിഫോം വാങ്ങാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും വാഷ് ചെയ്യാനും അയൺ ചെയ്യാനും ഒക്കെ ഉള്ള അതിന് വേണ്ടിയിട്ട് ഒരു അലവൻസ് കൊടുക്കാം. അതും എത്രയാണോ റിസീവ് ചെയ്ത് വിച്ച് എവർ ഇസ് ലോവർ വിൽ ബി എക്സെപ്റ്റ്. ഇനിയുള്ളത് മിക്കവാറും ഇത് ആർമി, നേവി, എയർഫോഴ്സിലുള്ള ആൾക്കാർക്കാണ് സാധാരണ വരാറ്, അല്ലെങ്കിൽ മൈൻസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെയുള്ളവരുടെയാണ് ഇനി പറയുന്നത്. സ്പെഷ്യൽ കോമ്പൻസേറ്ററി അലവൻസ് ഓൺ ഹില്ലി ഏരിയാസ് അറ്റ് പ്ലേസസ് വിത്ത് ഹൈറ്റ് എക്സീഡിംഗ് 1000 meter from sea level. Amount exempt from tax generally is ₹300 or actual amount received whichever is less. In some cases, in some notified areas, it is up to 800 per month. സിയാച്ചിനിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇറ്റ് ഈസ് 7,000 per month. ഇത് ഒരു ഡിഫിക്കൽട്ട് ഏരിയാസ് 1000 meters മുകളിൽ ഉള്ള ഹില്ലി ഏരിയാസിൽ വർക്ക് ചെയ്യണ ജനറലി ഗവൺമെന്റ് സർവൻസിന് കൊടുക്കണ ഒരു സ്പെഷ്യൽ അലവൻസ് ആണ്. അത് 300 up to 300 per month അല്ലെങ്കിൽ 800 per month. സിയാച്ചിനിലാണെങ്കിൽ 7,000 per month വരെ എക്സംഷൻ കിട്ടും. ഇനി ബോർഡർ ഏരിയ, റിമോട്ട് ലൊക്കാലിറ്റി ഓർ ഡിസ്റ്റർബ്ഡ് ഏരിയ, ഡിഫിക്കൽട്ട് ഏരിയ, ഇവിടെയും നോർമലി ആംഡ് ഫോഴ്സിലത്തെ ആൾക്കാരാണ് വർക്ക് ചെയ്യുക. അവർക്ക് ഒരു സ്പെഷ്യൽ അലവൻസ് കൊടുക്കേണ്ടത് വേരീസ് ഫ്രം 200 to 1,300 or actual amount received whichever is less ഓരോ മാസം. ഇനി ട്രൈബൽ ഏരിയ അലവൻസ് അത് അപ് ടു 200 per month അലവൻസ് ഉണ്ട്. കോമ്പൻസേറ്ററി ഫീൽഡ് ഏരിയ അലവൻസ്, if this exemption is taken, employee cannot claim any exemption in respect of border area. അതും അപ് ടു 2,600. ഇത് അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉള്ളൂ, ജനറലി ഇങ്ങനെയൊന്നും വരാറില്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി പറയുന്നു. അതേപോലെ കോമ്പൻസേറ്ററി counter insurgency allowance granted to the members of armed force operating in areas away from their permanent location. If this exemption is taken, employee cannot claim any exemption under border area. അതായത് counter insurgency operation for Kashmir, അരുണാചൽ പ്രദേശ് or ആസാം, രാജസ്ഥാൻ ബോർഡർ, അങ്ങനെയുള്ള സ്ഥലത്ത് ഡിഫിക്കൽട്ട് ആയത് അങ്ങനെയുള്ളവർക്ക് സ്പെഷ്യൽ അലവൻസ് കൊടുക്കുന്നു അപ് ടു 3,900 per month or actual amount received whichever is less. ഇനി മൈൻസിൽ വർക്ക് ചെയ്യണവർക്ക് underground allowance to employees working in uncongenial or unnatural climate in underground mines up to 800 rupees per month വരെ exemption കിട്ടും. High altitude allowance granted to armed force operating in high altitude areas up to 1,060 for altitude of 9,000 to 15,000 feet, up to 1,600 per month in excess of 15,000. അതും armed forceകാർക്കുള്ള exemption ആണ്. High active field area allowance granted to members of armed force up to 4,200 ഉണ്ട്. Island duty പിന്നെയുള്ളത് ഗവൺമെന്റ് സർവൻസ് എംപ്ലോയിഡ് ഇൻ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് ആൻഡ് ലക്ഷദ്വീപ് ഐലൻഡ്, ഇങ്ങനെയുള്ളവർക്ക് up to ₹3,250 per month or actual which is less എന്നുള്ള രീതിയിൽ എക്സംഷൻ കൊടുക്കാറുണ്ട്. അപ്പൊ ഇത്രയും പറഞ്ഞത് നമുക്ക് അപ്ലൈ ആവുന്നത് വളരെ ജനറലി അപ്ലൈ ആവുന്നത് വളരെ കുറച്ചാണ്, അധികമില്ല. എന്നാലും ഒന്നാമത്തെ കാര്യം ചൈൽഡ് എഡ്യൂക്കേഷൻ അലവൻസ് നമുക്ക് കിട്ടും, ഹോസ്റ്റൽ എക്സ്പെൻഡിച്ചർ കിട്ടും, ട്രാൻസ്പോർട്ട് അലവൻസ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് കിട്ടും, ഡെഫും ബ്ലൈൻഡും ഒക്കെ ആയിട്ടുള്ളവർക്ക്. പിന്നെ അങ്ങനെയുള്ള കുറച്ച് ട്രാൻസ്പോർട്ട് ബിസിനസ്സിലുള്ളവർക്ക്
അത് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൺവേയൻസ്, ട്രാൻസ്ഫർ, ഡെയിലി അലവൻസ് ഇങ്ങനെയുള്ളത് മാത്രമേ കിട്ടാറുള്ളൂ. യൂണിഫോം അലവൻസ് ചില കേസുകളിൽ കിട്ടാം. ബാക്കിയുള്ളതെല്ലാം ജനറലി ആർംഡ് ഫോഴ്സിലുള്ള ആൾക്കാരുമായിട്ടുള്ള ഇതാണ്. പക്ഷെ ഒന്നുകൂടി പറയുന്നു, ഇത് സാലറി ബ്രേക്കപ്പിന്റെ ഭാഗമാണെങ്കിൽ മാത്രമേ ഇതൊക്കെ കൺസിഡർ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇതൊന്നും എക്സംഷൻ കിട്ടില്ല. ഇനി നാലാമത്തെ ടോപ്പിക് ഏൺഡ് ലീവ് സാലറി. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എംപ്ലോയി നേരത്തെ പറഞ്ഞു അദ്ദേഹത്തിന്റെ ലീവ് പല ടൈപ്പ് ഉണ്ട്. ഏൺഡ് ലീവ് അതിൽ ഒന്നാണ് ഏൺഡ് ലീവ്. കാഷ്വൽ ലീവ് ആണ് ജനറലി ഉണ്ടാവുക, സിക്ക് ലീവ് ഉണ്ട്, പിന്നെ മെറ്റേണിറ്റി ലീവ്, അങ്ങനെ പല ടൈപ്പ് ഓഫ് ലീവിൽ ഒരെണ്ണാണ് ഏൺഡ് ലീവ് എന്ന് പറയുന്നത്. ഏൺഡ് ലീവിന്റെ അർത്ഥം ആ ലീവ് അവൈൽ ചെയ്തില്ലെങ്കിൽ, എടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിനെ എൻകാഷ് ചെയ്യാൻ പറ്റും. അത് പല ഓർഗനൈസേഷനിലും പല പോലെയാണ്. കംപ്ലീറ്റ് ആയിട്ട് എൻകാഷ് ചെയ്യാൻ പറ്റില്ല. സബ്ജക്ട് ടു കമ്പനിയുടെ ഇന്റേണൽ റൂൾസ് എല്ലാത്തിലും ഉണ്ടാവും. മാക്സിമം ഒരു കൊല്ലത്തിലൊരു 5, 6, 10 അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുള്ളൂ. അത് ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് എൻകാഷ് ചെയ്യാം. എങ്ങനെ വന്നാലും അങ്ങനെ റിട്ടയർമെന്റ് സമയത്ത് എൻകാഷ് ചെയ്യുമ്പോൾ അതിന് എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. സെക്ഷനിലേക്ക് പോകാം. Encashment of earned leave refers to the payment of cash in respect of period of earned leave not taken and remaining to his credit at the time of retirement or resignation. For example, Mr. A is entitled to 12 earned leave in a year. He did not avail such leave during the past 10 years. At the time of his retirement, he may get the cash equal to the part of his eligible earned leave not availed while he was working, depending on the internal rules of the company. കാരണം പല കമ്പനികളിലും 3 കൊല്ലം എടുത്തില്ലെങ്കിൽ അത് ലാപ്സ് ആയി പോകും, അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ മാക്സിമം 1 കൊല്ലത്തിൽ 2 എണ്ണേ എടുക്കാൻ പാടുള്ളൂ. അങ്ങനെയുള്ള കണ്ടീഷൻസ് ഉള്ളതുകൊണ്ട് ദാറ്റ് ഡിപ്പെൻസ്. ഇപ്പൊ എസ്പെഷ്യലി ഹോസ്പിറ്റലിലൊക്കെ എല്ലാവരും കൂടെ ഒരുമിച്ച് ലീവ് എടുത്താൽ ഒരു വലിയ ഇഷ്യൂ ആവും. അതുകൊണ്ട് 1 മാസം ലീവ് എടുത്തില്ല മിക്കവാറും അത് ലാപ്സ് ആയി പോകും. അങ്ങനെയാണ് സെറ്റ് ചെയ്യാറ് ഇപ്പൊ പുതിയ രീതികളിൽ. എനിവേ, ഏൺഡ് ലീവ് എന്ന് പറഞ്ഞാൽ ഒരാൾ റിട്ടയർമെന്റോ റിസൈനോ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ക്രെഡിറ്റിലുള്ള അൺഅവെയിൽഡ് ഏൺഡ് ലീവ് അദ്ദേഹത്തിന് സബ്ജക്ട് ടു കമ്പനീസ് ഇന്റേണൽ റൂൾസ് എൻകാഷ് ചെയ്യാം. അതിനെയാണ് ഏൺഡ് ലീവ് സാലറി എന്ന് പറയുന്നത്. അതില് സബ്ജക്ട് ടു സർട്ടൻ റിക്വയർമെന്റ്സ് എക്സംഷൻ ഈസ് അലൗഡ്. Many organizations provide the facility of leave encashment either during the period of employment or at the time of retirement or resignation of the employee or at the time of termination of the employee. ഇപ്പൊ നമുക്ക് ഏൺഡ് ലീവ് എൻകാഷ്മെന്റിന്റെ എക്സംഷൻ കമ്പ്യൂട്ട് ചെയ്യാൻ എത്രയാണ് രൂപ എന്ന് കമ്പ്യൂട്ട് ചെയ്യാൻ ഈ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഏൺഡ് ലീവ് എൻകാഷ്ഡ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് എംപ്ലോയ്മെന്റ്, at the time of retirement or resignation of the employee or at the time of termination of the employee. ഇന്നൊക്കെ ഓരോന്നായിട്ട് എങ്ങനെയാണ് നോക്കാം. For tax treatment of earned leave encashments, employees have been classified into 2 types: government employee, non-government employee. ഇതില് PSU പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗിലെ എംപ്ലോയി നോൺ ഗവൺമെന്റ് ആണ്. ഈ പർപ്പസിന് ഏൺഡ് ലീവ് എൻകാഷ്മെന്റ് പർപ്പസിന് നോൺ ഗവൺമെന്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഏൺഡ് ലീവ് എപ്പോഴൊക്കെയാണ് കൊടുക്കുക. ഒന്ന്, സർവീസിൽ ഇരിക്കുമ്പോൾ കൊടുക്കാം, ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് സർവീസ്. അങ്ങനെ കൊടുക്കണ ഏൺഡ് ലീവ് എൻകാഷ്മെന്റ് ഫുള്ളി ടാക്സബിൾ ആണ്. ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിലും ഫുള്ളി ടാക്സബിൾ ആണ്, നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിലും ഫുള്ളി ടാക്സബിൾ ആണ്. പിന്നെ രണ്ടാമത്തെ കേസ് അറ്റ് ദി ടൈം ഓഫ് റിട്ടയർമെന്റ് ഓർ സെപ്പറേഷൻ ഓർ റെസിഗ്നേഷൻ. സെപ്പറേഷൻ എന്ന് പറയുന്നത് മറ്റേ പബ്ലിക് സെക്ടർ ഇതിനാണ് കൂടുതൽ പറയാറ്. വോളണ്ടറി സെപ്പറേഷൻ എന്നാണ് അതിന്റെ വോളണ്ടറി റിട്ടയർമെന്റ് വരെ പറയാറ്. ഓക്കെ, അത് റിട്ടയർമെന്റോ റെസിഗ്നേഷന്റെ സമയത്ത് ഏൺഡ് ലീവ് എൻകാഷ് ചെയ്യുകയാണെങ്കിൽ അത് ഫുള്ളി എക്സെപ്റ്റ് ആണ് ഇൻ ദ കേസ് ഓഫ് ഗവൺമെന്റ് എംപ്ലോയീസ്. മറ്റേ എംപ്ലോയീസില് നോൺ ഗവൺമെന്റ് എംപ്ലോയീസിന് നേരത്തെ പറഞ്ഞ 4 ടൈപ്പിൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഒന്ന്, മാക്സിമം ഈസ് 3 lakhs, അതിൽ കൂടാൻ എന്തായാലും പറ്റില്ല. പിന്നെ 2 എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഏൺഡ് ലീവ് എൻകാഷ്ഡ്, ആ എമൗണ്ടിലും കൂടില്ല, അതിൽ കൂടുതൽ കിട്ടില്ല. പിന്നെ ഉള്ളത് 10 months സാലറി, ആവറേജ് ലാസ്റ്റ് 10 monthന്റെ സാലറി എടുക്കുക. അല്ലെങ്കിൽ cash equivalent to leave to the credit of the employee at the time of retirement calculated at a maximum of 30 days credit for each completed year of service. അതായത് 10 കൊല്ലം സർവീസുള്ള ഒരാള്
30 days ക്രെഡിറ്റ് ഒരു കൊല്ലത്തേക്ക്. അപ്പൊ 300 ദിവസത്തെ 30 into 10 years, 30 ദിവസം ഒരു കൊല്ലം എന്ന് പറയുമ്പോൾ 10 കൊല്ലത്തെ സർവീസ് ആകുമ്പോൾ 300 ദിവസം, 300 ദിവസത്തെ സാലറി, 300 ദിവസത്തെ സാലറി. അങ്ങനെ 4 ടൈപ്പ് ഓഫ് കാൽക്കുലേഷൻ. ഇതിൽ ഏറ്റവും കുറവ് എന്താണോ അതാണ് എക്സംഷൻ കിട്ടുക. 3 ലക്ഷം അല്ലെങ്കിൽ ആക്ച്വലി റിസീവ്ഡ്, അല്ലെങ്കിൽ 10 months സാലറി, അല്ലെങ്കിൽ 300 ദിവസത്തെ സാലറി. 10 കൊല്ലം ചെയ്തോ, 30 ദിവസം ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ. അങ്ങനെ നോക്കിയിട്ട് സാലറി. ഇതിൽ ഏറ്റവും കുറവ് ഏതാണോ അതാണ് നോൺ ഗവൺമെന്റ് എംപ്ലോയീസിനുള്ള എക്സംഷൻ ലിമിറ്റ്. പിന്നെ നേരത്തെ പറഞ്ഞു അറ്റ് ദി ടൈം ഓഫ് ടെർമിനേഷൻ ഒരു എംപ്ലോയിനെ എംപ്ലോയർ ആണ് ടെർമിനേറ്റ് ചെയ്യുക. എംപ്ലോയി നേരിട്ട് പോകണമല്ല. എംപ്ലോയർ ബിക്കോസ് ഓഫ് വേരിയസ് റീസൺസ് എംപ്ലോയർ ടെർമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പൊ കൊടുക്കുന്ന ഏൺഡ് ലീവ് എൻഗേജ്മെന്റ് ടാക്സബിൾ ആണ്. ഫുള്ളി ടാക്സബിൾ ഇൻ ബോത്ത് കേസസ്, ഇൻ ദ കേസ് ഓഫ് ബോത്ത് ഗവൺമെന്റ് എംപ്ലോയീസ് ആസ് വെൽ ആസ് നോൺ ഗവൺമെന്റ് എംപ്ലോയീസ്. അപ്പൊ ഒന്നുകൂടി പറയാം, നമ്മള് ഏൺഡ് ലീവ് എൻഗേജ്മെന്റിന്റെ ടാക്സ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് എംപ്ലോയീസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്ന് ഗവൺമെന്റ് എംപ്ലോയി, രണ്ട് നോൺ ഗവൺമെന്റ് എംപ്ലോയി. 3 സിറ്റുവേഷനിലാണ് ഏൺഡ് ലീവ് എൻഗേജ്മെന്റ് കിട്ടുക എന്ന് പറഞ്ഞു. ഒന്ന് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് സർവീസ്, സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെ കിട്ടുക. അത് 2 കേസിലും ഫുള്ളി ടാക്സബിൾ ആണ്. 2 അറ്റ് ദി ടൈം ഓഫ് റിട്ടയർമെന്റ് ഓർ റെസിഗ്നേഷൻ ബട്ട് നോട്ട് ഓൺ ടെർമിനേഷൻ. ടെർമിനേഷൻ രീതിയിലുള്ള റിട്ടയർമെന്റ് ഓർ റെസിഗ്നേഷൻ. അതില് ഗവൺമെന്റ് എംപ്ലോയീസ് ആണെങ്കിൽ ഫുള്ളി എക്സംപ്റ്റ് ആണ്. നോൺ ഗവൺമെന്റ് എംപ്ലോയീസ് ആണെങ്കിൽ മാക്സിമം 3 lakhs 10 months സാലറി. ആ കാൽക്കുലേഷൻ പ്രകാരം മാക്സിമം 3 lakhs. പിന്നെ 3ാമത്തെ കേസ് ടെർമിനേറ്റ് ചെയ്യുക. ടെർമിനേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഏൺഡ് ലീവ് എൻഗേജ്മെന്റ് 2 പേരുടെയും, ഗവൺമെന്റ് ആവട്ടെ നോൺ ഗവൺമെന്റ് ആവട്ടെ എംപ്ലോയീസ് ആവട്ടെ, ഫുള്ളി ടാക്സബിൾ ആണ്. ഇനി ഇതെല്ലാത്തിലും നമ്മൾ ഗ്രാറ്റുവിറ്റിയുടെ കേസിന് പറഞ്ഞ കാര്യമാണ്. അതായത് where leave salary is received from 2 or more employer in the same year, then the aggregate amount of leave salary exempt from tax cannot exceed 3 lakhs. അതേപോലെ where leave salary is received in an earlier year from a former employer and again received from another employer in a later year, limit of 3 lakhs will be reduced by the amount of leave salary exempt earlier. അതായത് ഒരു എംപ്ലോയി ഒരു കൊല്ലം തന്നെ 2 എംപ്ലോയർമാരുടെ അടുത്ത് ജോലി ചെയ്തു. 2 പേരുടെ നിന്നും ഏൺഡ് ലീവ് എൻഗേജ്മെന്റ് കിട്ടി. അങ്ങനെയാണെങ്കിൽ മാക്സിമം കമ്പൈൻഡ് മാക്സിമം 2 പേരുടെയും കൂടി മാക്സിമം ലിമിറ്റ് 3 ലക്ഷമാണ്. ഓരോരുത്തർക്കും അല്ല. ഒരു കൊല്ലം 3 ലക്ഷത്തിൽ കൂടുതൽ കിട്ടാൻ പറ്റില്ല എന്നാണ് ആദ്യത്തെ കേസ്. 2ാമത്തെ കേസിൽ ഒരു എംപ്ലോയി 3 വർഷക്കാലം ഒരു എംപ്ലോയറുടെ അടുത്ത് വർക്ക് ചെയ്തു. അടുത്ത 3 വർഷക്കാലം അടുത്തൊരു എംപ്ലോയറുടെ അടുത്ത് വർക്ക് ചെയ്തു. ആദ്യത്തെ 3 വർഷം കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് 1 ലക്ഷം രൂപ കിട്ടി. അത് എക്സംഷൻ ക്ലെയിം ചെയ്തു. 2ാമത്തെ തവണ 3 ലക്ഷം കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിന് ടോട്ടൽ 3 ലക്ഷം മൈനസ് ആദ്യം ക്ലെയിം ചെയ്ത 1 ലക്ഷം ഇസ് ഈക്വൽ ടു ഇപ്പോ 2 lakhs എക്സംഷൻ കിട്ടാൻ പറ്റുള്ളൂ. 3 ലക്ഷം എന്നുള്ള ലിമിറ്റ് ലൈഫ് ടൈം ആണ്. ഒരു എംപ്ലോയിയുടെ ടോട്ടൽ ലൈഫ് ടൈമില് ടോട്ടൽ ക്ലെയിം ചെയ്യാവുന്ന ഏൺഡ് ലീവിന്റെ എക്സംഷൻ ആണ് 3 ലക്ഷം. അതിൽ കൂടാൻ പറ്റില്ല എത്ര എംപ്ലോയർ ഉണ്ടെങ്കിൽ. പിന്നെ ഒരു സർക്കുലർ ക്ലാരിഫിക്കേഷൻ ആണ്. ലീവ് സാലറി റിസീവ്ഡ് ബൈ ദ ലീഗൽ ഹെയർ ഓഫ് ദി ഡിസീസ്ഡ് ഗവൺമെന്റ് എംപ്ലോയീസ് നോട്ട് അറ്റ് ഓൾ ടാക്സബിൾ ഇൻ ദി ഹാൻഡ്സ് ഓഫ് ഹിസ് ലീഗൽ ഹെയർ എന്ന് പറഞ്ഞു. ഇതാണ് ലീവ് എൻഗേജ്മെന്റ്. ഇനി നമ്മൾ 5ാമത്തെ ക്ലോസിൽ പോണു. അതായത് റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ. നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞു എന്താണ് റിട്രെഞ്ച്മെന്റ്. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് പ്രകാരം ഫാക്ടറിയിൽ ജോലി ചെയ്യണ വർക്ക്മാന്റെ അല്ലാത്ത റീസൺ കൊണ്ട് ടെർമിനേറ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ലേ ഓഫ് ചെയ്യുകയാണെങ്കിൽ കോമ്പൻസേഷൻ കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്ന കോമ്പൻസേഷൻ ആണ് റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ. ലേ ഓഫ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന കോമ്പൻസേഷൻ. വായിക്കും. Retrenchment means the termination of the service by the employer of a workman for any reason other than a punishment imposed by way of disciplinary action. Termination of an employee in such a manner is financially compensated by the employer, and such financial compensation is termed as retrenchment compensation. പല കേസുകളിലും വരാറുണ്ട്
കുറച്ച് വലിയ ഫാക്ടറികളിൽ ഉള്ളതുകൊണ്ട് അവർ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവും. എന്നാലും നമുക്കത് അറിഞ്ഞിരിക്കുകയും വേണം, നമ്മൾ വെരിഫൈ ചെയ്യാൻ വേണം, ലിമിറ്റ് വെരിഫൈ ചെയ്യാൻ വേണം. അപ്പൊ അതിനാണ് റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആവുന്നത്. വൈറ്റ് സെക്ഷൻ compensation received at the time of retrenchment by the workman is exempt to the extent of the lower of the following. Actual amount കേസിലും പറഞ്ഞ ആക്ച്വൽ എമൗണ്ട് കിട്ടിയതിന്റെ കൂടുതൽ എക്സെപ്ഷൻ എന്തായാലും കിട്ടില്ല. അപ്പോ ആക്ച്വൽ എമൗണ്ട് എത്ര കിട്ടിയോ, അല്ലെങ്കിൽ 5 ലക്ഷം ആണോ, അല്ലെങ്കിൽ 15 days ആവറേജ് പേ ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. ഇങ്ങനെ 3 രീതിയിൽ നമ്മൾ റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ കാൽക്കുലേറ്റ് ചെയ്യും. ഒന്ന് 5 lakhs ഗവൺമെന്റ് ഫിക്സ് ചെയ്തത്, 2 ആക്ച്വൽ എമൗണ്ട് ഓഫ് റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ റിസീപ്റ്റ്, 3 ഇൻഡസ്ട്രിയൽ ഐഡിയ ആക്ട് പ്രകാരം IDA പ്രകാരം ഉള്ള കാൽക്കുലേഷൻ, അതായത് 15 days ആവറേജ് പേ ഫോർ കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ഏതാണോ ഏറ്റവും കുറവ് അത്രയും എക്സംഷൻ ക്ലെയിം ചെയ്യാം ആസ് retrenchment compensation. However, it should be noted that the above exemption limit is not applicable in respect of the retrenchment compensation received by the workman in accordance with any scheme approved by the central government for extending special protection to the workman under special circumstance. ഇതിനൊരു എക്സംഷൻ ആക്ട് തന്നെ പറയുന്നുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോർ എക്സാമ്പിൾ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി വന്നപ്പോ ആ കമ്പനിയും പോയി, അത്രയും ആൾക്കാർക്ക് ബുദ്ധിമുട്ടും വന്നു. അതൊരു റിട്രെഞ്ച്മെന്റ് അല്ല. അത് അങ്ങനെ ഒരു വർക്ക്മാനുള്ള പ്രൊട്ടക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ, സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് എന്തെങ്കിലും സ്കീം കൊണ്ടുവരികയാണെങ്കിൽ അങ്ങനെയുള്ള സ്കീം പ്രകാരം കൊടുക്കുന്നത് എത്ര, അതിന് ലിമിറ്റ് ഇല്ല. അത് ഇതിനെക്കാട്ടിലും കൂടുതലായാലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നോർമൽ കേസിൽ ഒരു ലേ ഓഫോ റിട്രെഞ്ച്മെന്റോ വന്നാൽ നേരത്തെ പറഞ്ഞ പോലെയാണ് ലിമിറ്റ്. പക്ഷേ ഗവൺമെന്റ് വേറൊരു സ്കീം ഉണ്ടാക്കി ടു എക്സ്റ്റെൻഡ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ടു വർക്ക്മാൻ, അങ്ങനെ സ്കീമിൽ ഉണ്ടാക്കി കൊടുക്കുന്ന പേയ്മെന്റ് ആണെങ്കിൽ ഇതിൽ കൂടിയാലും എക്സംഷൻ ഫുള്ളി എക്സംപ്റ്റ് ആയിട്ട് മാറും. പിന്നെ ഇനി പറയുന്നത് വെച്ചാൽ പ്രൊട്ടക്ഷൻ കൂട്ടാൻ വേണ്ടി തന്നെ ഇപ്പോ ഇവിടെ ജനറലി ക്വസ്റ്റ്യൻ വരാറ്, ഒരാളെ പിരിച്ചു വിടുമ്പോ അത് റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ ആണോ എന്താണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പൊ അതിനുവേണ്ടി വർക്ക്മാനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഡീമിംഗ് പ്രൊവിഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് 3 കേസുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ 3-4 കേസുകളിൽ എങ്ങനെ വന്നാലും ദാറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ ഓൺലി എന്ന് പറഞ്ഞിട്ട് അത് ഏതൊക്കെയാണെന്നുള്ളത് പറയാം. Any compensation received by workman at the time of closing down of an undertaking. ഒരു ഫാക്ടറി ക്ലോസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അതിനുള്ള കോമ്പൻസേഷൻ കിട്ടുന്ന റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് എക്സംഷൻ കൊടുക്കാം. പിന്നെ വേറൊരു കേസില് അണ്ടർടേക്കിങ്ങിന്റെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്തു, എക്സിസ്റ്റിംഗ് ഓണർഷിപ്പ് മാറി പുതിയൊരു ഓണർഷിപ്പ് വന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ എംപ്ലോയിയുടെ സർവീസ് കണ്ടീഷൻസ് മാറി, കുറച്ച് അദ്ദേഹത്തിന് കിട്ടേണ്ടിരുന്നതിനെക്കാട്ടിലും സാലറി കുറയോ അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് കുറഞ്ഞു. അങ്ങനെയുള്ള കേസിൽ കോമ്പൻസേഷൻ കൊടുക്കുന്നതും റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് എക്സംഷൻ കൊടുക്കാം. 3, ഇതേപോലെ മാനേജ്മെന്റ് ചേഞ്ച് ചെയ്യണ സന്ദർഭത്തില് ഒരു പർട്ടിക്കുലർ വർക്ക്മാന്റെ സർവീസിൽ ഇന്ററപ്ഷൻ വന്നു. അങ്ങനെയാണെങ്കിലും അപ്പോഴും കൊടുക്കുന്ന കോമ്പൻസേഷൻ റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ ആക്കിയിട്ട് ട്രീറ്റ് ചെയ്ത് എക്സംഷൻ കൊടുക്കാം. അതേപോലെ ഒരു ഓണർഷിപ്പ് ചേഞ്ച് ചെയ്തു, മാനേജ്മെന്റ് ചേഞ്ച് ചെയ്തു, ലീഗലി പുതിയ മാനേജ്മെന്റ് ഇദ്ദേഹത്തിന് ഇതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വന്നു. അതിന് അഗൻസ്റ്റ് ഒരു കോമ്പൻസേഷൻ കൊടുക്കുകയാണെങ്കിൽ അതും റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പോ ഈ 4 കേസുകൾ സെക്ഷനിൽ പറയുന്നത് എന്താ വെച്ചാൽ 4 കേസുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വേർ സ്പെസിഫിക്കലി റിട്രെഞ്ച്മെന്റ് എന്ന് എംപ്ലോയറും പറയണില്ല, എംപ്ലോയിയും പറയണില്ല. പക്ഷേ ഇൻകം ടാക്സ് പർപ്പസിന് ഇതിനെ റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് എക്സംഷൻ ക്ലെയിം ചെയ്യാം. ഒന്ന്, ഒരു എൻറ്റിറ്റി ഫാക്ടറി തന്നെ ക്ലോസ് ഡൗൺ ചെയ്തു, അങ്ങനെ കോമ്പൻസേഷൻ പറയും. രണ്ടാമത്തെ കേസ് മാനേജ്മെന്റ് ചേഞ്ച് ചെയ്തു, ഒരു വർക്ക്മാന്റെ എക്സിസ്റ്റിംഗ് സാലറി കുറവ് വന്നു, അങ്ങനെയാണെങ്കിൽ ഒരു കോമ്പൻസേഷൻ കൊടുക്കുകയാണെങ്കിൽ അതും കുറവ് വരാം.
അതിനെ റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷനായി ട്രീറ്റ് ചെയ്യാം. പിന്നെ ഒരു വർക്ക്മാന്റെ സർവീസിൽ ഇന്ററപ്ഷൻ വന്നു ബിക്കോസ് ഓഫ് ചേഞ്ച് ഇൻ മാനേജ്മെന്റ്, അങ്ങനെയുള്ള സന്ദർഭത്തിലും ഒരു കോമ്പൻസേഷൻ കൊടുക്കുകയാണെങ്കിൽ അതിനെ റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. പിന്നെ പുതിയ ലീഗലായിട്ട് പുതിയ മാനേജ്മെന്റിന് ഇദ്ദേഹത്തിന്റെ അടുത്ത് പേയ്മെന്റിന്റെ റിക്വയർമെന്റ് ഇല്ല, പേ ചെയ്യേണ്ട ആവശ്യമില്ല, അതും മനസ്സിലാക്കിയിട്ട് ഒരു കോമ്പൻസേഷൻ കൊടുക്കുകയാണ്. അങ്ങനെയുള്ളതും റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ എന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ട് നമുക്ക് എക്സെംഷൻ ക്ലെയിം ചെയ്യാം. അതാണ് റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷന്റെ ഡീറ്റെയിൽസ്. ഇനി നമുക്ക് അടുത്ത കേസ് വോളണ്ടറി റിട്ടയർമെന്റ് ഓർ സെപ്പറേഷൻ സ്കീം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരു എംപ്ലോയി ഏതെങ്കിലും സർവീസിന്റെ ഏതെങ്കിലും ഒരു സന്ദർഭത്തില് വോളണ്ടറി ആയിട്ട് റിട്ടയർ ചെയ്യണം, VRS വോളണ്ടറി റിട്ടയർമെന്റ് ചെയ്യണം. സെപ്പറേഷൻസ് നേരത്തെ പറഞ്ഞു, വോളണ്ടറി സെപ്പറേഷൻ അത് PSUസിനുണ്ട്, പബ്ലിക് BSNL അല്ലെങ്കിൽ FACT അങ്ങനെയുള്ള പബ്ലിക് സെക്ടർ കമ്പനീസിനുള്ളതാണ് വോളണ്ടറി സെപ്പറേഷൻ സ്കീം. ഗവൺമെന്റ് സെക്ടറിലുള്ളതിന് വോളണ്ടറി റിട്ടയർമെന്റ് എന്ന് പറയും. ഓക്കെ, അതിൽ എന്താണ് സെക്ഷൻ പറയുന്നത്? എമൗണ്ട് റിസീവ്ഡ് ഓർ റിസീവബിൾ, എമൗണ്ട് റിസീവ്ഡ് by specific category of an employee under the voluntary retirement scheme or voluntary separation scheme at the time of voluntary retirement or voluntary separation is exempt. അപ്പോ ആദ്യത്തെ റിക്വയർമെന്റ് സ്പെസിഫിക് കാറ്റഗറി ഓഫ് എംപ്ലോയീസിന് മാത്രമേ ഈ സെക്ഷൻ അപ്ലൈ ചെയ്യുള്ളൂ. എല്ലാവർക്കും അപ്ലൈ ഇല്ല, എല്ലാ എംപ്ലോയീസിനും അപ്ലൈ ഇല്ല. സ്പെസിഫിക് കാറ്റഗറി അത് ഏതാണെന്നുള്ളത് പറയും. സ്പെസിഫിക് കാറ്റഗറിയിലുള്ള എംപ്ലോയീസിന് മാത്രമേ സെക്ഷൻ 10(10)C അപ്ലൈ ചെയ്യൂ. ഏത് സന്ദർഭത്തിലും there is a scheme of voluntary retirement or voluntary separation, ആ സ്കീം പ്രകാരം ഉള്ള കേസ് മാത്രമേ കവർ ചെയ്യൂ. 3, പേയ്മെന്റ് ഈസ് മെയ്ഡ് അറ്റ് ദി ടൈം ഓഫ് വോളണ്ടറി റിട്ടയർമെന്റ് ഓർ വോളണ്ടറി സെപ്പറേഷൻ. സ്കീം പ്രകാരം പേയ്മെന്റ് നടത്തണം അറ്റ് ദി ടൈം ഓഫ് വോളണ്ടറി റിട്ടയർമെന്റ്. അങ്ങനെയുള്ള കേസും മാത്രമേ കവർ ചെയ്യുള്ളൂ. ഇത് എക്സെപ്റ്റ്. എമൗണ്ട് പറയും, എമൗണ്ട് എത്രയാണെന്നുള്ള ക്വാണ്ടിഫൈ ചെയ്യാം. അപ്പൊ ഇതിൽ ഏതാണ് നേരത്തെ പറഞ്ഞു സ്പെസിഫിക് കാറ്റഗറി ഓഫ് എംപ്ലോയീസിനെ മാത്രമേ കവർ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. ആരൊക്കെയാണ് സ്പെസിഫിക് കാറ്റഗറി ഓഫ് എംപ്ലോയീസ് എന്നാണ് ലിസ്റ്റ് ചെയ്യണം. കാറ്റഗറീസ് ഓഫ് എംപ്ലോയീസ് ഫോർ എക്സംഷൻ: 1 പബ്ലിക് സെക്ടർ കമ്പനിയിലത്തെ എംപ്ലോയീസ്, 2 ലോക്കൽ അതോറിറ്റിയിലത്തെ എംപ്ലോയീസ്, 3 എനി അതർ കമ്പനി, കമ്പനി ആയാൽ മതി, എനി അതർ കമ്പനി, സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ്, എനി അതോറിറ്റി established under central or state or provincial act, university, institution acknowledged by a university, യൂണിവേഴ്സിറ്റിയിലെ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കോളേജുകൾ, ഗവൺമെന്റ് അല്ലാത്ത എയ്ഡഡ് കോളേജുകളുണ്ട്, കോളേജുകളിലുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അക്നോളജ് ടു ബി, അല്ല ഇത് ഡീംഡ് യൂണിവേഴ്സിറ്റി, ഇൻസ്റ്റിറ്റ്യൂഷൻ അക്നോളജ് ടു ബി എ യൂണിവേഴ്സിറ്റി, ഡീംഡ് യൂണിവേഴ്സിറ്റിനെയാണ് കവർ ചെയ്യുന്നത്. പിന്നെ IIT, IIM അങ്ങനെയുള്ളത്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് മാനേജ്മെന്റ് ആസ് നോട്ടിഫൈഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോട്ടിഫൈഡ്, അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ നോട്ടിഫൈഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്. അപ്പൊ ഇതൊരു ഇൻക്ലൂസീവ് ലിസ്റ്റ് ആണ്, എക്സോസ്റ്റീവ് അല്ല. സെൻട്രൽ ഗവൺമെന്റ് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനെ നോട്ടിഫൈ ചെയ്താലും അത് ഇതിൽ കവർ ചെയ്യും. അപ്പൊ ഇത്രയും പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് VRS സ്കീമും വോളണ്ടറി സെപ്പറേഷൻ സ്കീമും അപ്ലൈ ചെയ്യുക. 1 പബ്ലിക് സെക്ടർ കമ്പനി, ലോക്കൽ അതോറിറ്റി, ഓൾ അതർ കമ്പനീസ്, state government, central government, authority established under central act or state act, university, institutions acknowledged to be a university, deemed university, IIT, IIM. Okay. പിന്നെ അപ്പൊ നമ്മൾ ആദ്യത്തെ കേസ് പറഞ്ഞു, ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ എംപ്ലോയീസിന് ഒരു സ്കീം ഉണ്ടാക്കി, VRS അല്ലെങ്കിൽ വോളണ്ടറി സെപ്പറേഷൻ സ്കീം ഉണ്ടാക്കിയിട്ട് ആ സ്കീം പ്രകാരം അറ്റ് ദി ടൈം ഓഫ് വോളണ്ടറി റിട്ടയർമെന്റ് ഓർ സെപ്പറേഷൻ എത്ര രൂപ കൊടുക്കണോ അതിൽ ഒരു ലിമിറ്റ് ഉണ്ട്, ആ രൂപ എക്സംപ്റ്റ് ആണെന്നാണ് പറഞ്ഞത്. ഇനി മാക്സിമം എമൗണ്ട് ഓഫ് എക്സംഷൻ അവൈലബിൾ അണ്ടർ ദി സെക്ഷൻ: 1 ആക്ച്വൽ റെസീപ്റ്റ് അല്ലെങ്കിൽ 5 lakhs. അപ്പൊ 5 lakhsോ അല്ലെങ്കിൽ എത്രയാണോ കിട്ടിയത് ഇതിൽ ഏതാണോ ലോവർ അതാണ് എക്സംഷൻ ലിമിറ്റ്. 5 ലക്ഷത്തിൽ കൂടുതൽ പറ്റില്ല. ഇഫ് എൻ എക്സംഷൻ അണ്ടർ സെക്ഷൻ, ഇതെന്താ വെച്ചാൽ സെക്ഷൻ 89 എന്ന് പറഞ്ഞ റിലീഫ് ഉണ്ട്, അത് രണ്ടും കൂടി ഒരുമിച്ചിട്ടില്ല എന്നൊക്കെയാണ്. ഇഫ് എൻ എക്സംഷൻ അണ്ടർ സെക്ഷൻ 10(10)C is allowed to the employee in any assessment year, then no exemption shall be allowed to him in any other assessment year, meaning thereby that exemption under voluntary retirement scheme is
available only once in a lifetime. VRSന്റെ എക്സംഷൻ ഒരു പ്രാവശ്യം അവൈൽ ചെയ്താൽ പിന്നെ ഒരു കാലത്തും ഫർദർ ആയിട്ട് അവൈൽ ചെയ്യാൻ പറ്റില്ല. അതേപോലെ സെക്ഷൻ 89 റിലീഫ് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിലും എക്സംഷൻ VRS ക്ലെയിം ചെയ്യാൻ പാടില്ല. ഈ രണ്ട് ഇതുണ്ട്. സെക്ഷൻ 89 വേണോ VRSന്റെ എക്സംഷൻ വേണോ എന്ന് തീരുമാനിക്കണം. എന്നിട്ട് ഏതാണോ ബെനിഫിഷ്യൽ എന്ന് വെച്ചാൽ അത് ക്ലെയിം ചെയ്യണം. രണ്ടും കൂടി കിട്ടില്ല. ഒരു പ്രാവശ്യം ക്ലെയിം ചെയ്താൽ പിന്നെ ലൈഫ് ലോങ് എക്സംഷൻ കിട്ടില്ല. വൺസ് ഇൻ എ ലൈഫ് ടൈമേ ഇത് കിട്ടുള്ളൂ. പിന്നെ ഇതിനു വേണ്ടി ഈ VRSന്റെ സ്കീം പ്രിപ്പയർ ചെയ്യാനും എല്ലാത്തിനും വേണ്ടി കുറച്ച് ഗൈഡ് ലൈൻസ് ഇൻകം ടാക്സ് റൂൾസ് 2B പ്രകാരം ഗൈഡ് ലൈൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്താന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം, വലിയ ഇഷ്യൂ ഇല്ല ഇതിൽ. Exemption is available only if the voluntary retirement scheme is deemed by the company or authority or cooperative society or university satisfying the below criteria prescribed under Rule 2BA. Scheme applies to an employee who has either completed 10 years of service or has completed 40 years of age. അങ്ങനെയുള്ളവർക്ക് ആയിരിക്കണം ഈ സ്കീം അപ്ലൈ ചെയ്യേണ്ടത്. However, the set criteria doesn't apply to the amount received by the employee of a public sector company under voluntary separation scheme framed by the public sector company. Public sector company voluntary separation scheme ഈ പറഞ്ഞ 10 years or 40 years limitation ഇല്ല. Scheme should apply to all the employees, including workers and executives alike, except directors. Directorsനെ മാത്രം എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് ഈക്വലി അപ്ലിക്കബിൾ ആയിരിക്കണം. അങ്ങനെയുള്ള സ്കീമിന് മാത്രമേ നിയമസാധുതയുള്ളൂ. Voluntary retirement or voluntary separation scheme should have been drawn to result in the overall drop in the current strength of employees. Vacancy resulted from this scheme is not filled up. Voluntary retiring employees shall not be employed in any other company or concern belonging to the same management. ഇത്രയും കണ്ടീഷൻസ് ഉള്ള സ്കീമിന് മാത്രമേ ലീഗൽ വാലിഡിറ്റി ഉള്ളൂ ഫോർ ക്ലെയിമിംഗ് എക്സംഷൻ അണ്ടർ വോളണ്ടറി റിട്ടയർമെന്റ് സ്കീം ഓർ സെപ്പറേഷൻ സ്കീം. പിന്നെ ഒരു ലിമിറ്റും കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് നേരത്തെ മാക്സിമം ലിമിറ്റ് 5 ലക്ഷം എന്ന് പറഞ്ഞു. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അതായത് amount receivable of the employee under voluntary retirement or voluntary separation scheme shall not exceed an amount equal to 3 months salary for each completed year of service or the amount equal to salary at the time of retirement into multiplied by balance amount of service left. അതായത് മാക്സിമം ലിമിറ്റ് അവൈൽ ചെയ്യാൻ പറ്റുന്നതിന് നമ്മൾ 2 കണ്ടീഷൻ പറഞ്ഞു. ഒന്ന് ആക്ച്വൽ എത്രയാണോ കിട്ടിയത്, 2 5 lakhs. അതിന്റെ കൂടെ ഇതും കൂടി വരണം. അതായത് 3 മാസത്തെ സാലറി ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. അതായത് 10 കൊല്ലം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 × 10 30 മാസത്തെ സാലറി മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അത് മാത്രമേ എക്സംഷന് കൺസിഡർ ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ റിട്ടയർ ചെയ്യാൻ ഇനി 40 മാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ എമൗണ്ട് ഈക്വൽ ടു സാലറി അറ്റ് ദി ടൈം ഓഫ് റിട്ടയർമെന്റ് ഇൻറ്റു ബാലൻസ് മന്ത്. അതായത് ഇപ്പോഴത്തെ സാലറി ഇൻറ്റു 40 മാസത്തെ സാലറി. അപ്പൊ ഇതും കൂടി കൺസിഡർ ചെയ്യണം നമുക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ. 1 5 lakhs, 2 ആക്ച്വൽ, മൂന്നാമത്തെ 3 months salary into each completed year or salary last salary into balance month of service. 30 മാസം ബാക്കിയുണ്ടെങ്കിൽ 30 മാസത്തെ സാലറി ഇൻറ്റു പ്രസന്റ് സാലറി. അതാണ് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയുള്ളത് 3 പ്രോവിഡന്റ് ഫണ്ട്, സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡന്റ് ഫണ്ട്, പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട്, റെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ട് എന്നുള്ള പിന്നെ സൂപ്പർ അന്വേഷണം. ഇത് ഈ ഫണ്ടിന്റെ വെച്ചിട്ടുള്ള പ്രോവിഡന്റ് ഫണ്ടിനെ പറ്റിയിട്ട് ഒരു ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളിലും എംപ്ലോയറും എംപ്ലോയിയും രണ്ടുപേരും ഓരോ മാസവും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് പ്രോവിഡന്റ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം. എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യും, എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യും. എംപ്ലോയിയുടെ ബാലൻസ് എംപ്ലോയിയുടെ അക്കൗണ്ടിലേക്കാണ് പൈസ ഇടുക. അങ്ങനെ ഇടുന്ന പൈസയില് ഇൻട്രസ്റ്റ് വരും, ക്രെഡിറ്റ് ചെയ്ത് വരും. എന്നിട്ട് അപ്പൊ അങ്ങനെ ഫണ്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. അത് എംപ്ലോയി ഇവിടുന്ന് മാറുമ്പോ റിസൈൻ ചെയ്യും, റിട്ടയറോ ചെയ്യുമ്പോൾ ആ ഫണ്ട് നമുക്ക് തിരിച്ചു കിട്ടും. അപ്പൊ ഇതാണ് സ്കീം. ഒരു പ്രോവിഡന്റ് ഫണ്ട് വർക്ക് ചെയ്യണത് ഇങ്ങനെയാണ്. അപ്പൊ ഇതിൽ നമുക്ക്
ഒന്ന് എംപ്ലോയി ഫണ്ടിലേക്ക് എംപ്ലോയർ എംപ്ലോയിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതിന്റെ ടാക്സബിലിറ്റി എന്താണ്? അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യണേല് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ആവണം. അതിന്റെ ടാക്സബിലിറ്റി എന്താണ്? പിന്നെ റിട്ടയർ ചെയ്യണ സമയത്തോ ടെർമിനേറ്റ് ചെയ്യണ സമയത്തോ റിസൈൻ ചെയ്യണ സമയത്തോ ഫണ്ടിൽ നിന്ന് ബാലൻസ് കിട്ടണം. അപ്പൊ എന്താ ടാക്സബിലിറ്റി? ഇത് മൂന്നെണ്ണാണ് ജനറലി പ്രോവിഡന്റ് ഫണ്ടിൽ വരാറ്. ഓക്കെ, അപ്പൊ ഞാൻ അതൊന്നുകൂടി വായിക്കാം. വി ആർ അവെയർ ദാറ്റ് ഇൻ ദ കേസ് ഓഫ് പ്രോവിഡന്റ് ഫണ്ട് both the employer and the employees are contributing regularly into the fund and interest is accrued thereon. Taxability needs to be determined on periodic payments made to the fund by the employer, periodic payments made to the fund by the employee, and also the accumulated balance is received or transferred. ഇതാണ് നമുക്ക് നോക്കാൻ. പബ്ലിക് ഇതിലിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു, സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് സർവൻസിന് വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണ EPFO മെയിൻറ്റെയിൻ ചെയ്യണ പ്രോവിഡന്റ് ഫണ്ടാണ്. പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് എംപ്ലോയീസോ മറ്റേ എംപ്ലോയീസോ അല്ലാതെ പബ്ലിക്കിലെ ആർക്ക് വേണമെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്ന മെയിൻറ്റെയിൻ ചെയ്യാവുന്ന പ്രോവിഡന്റ് ഫണ്ടാണ്. അതിൽ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോ ഇതില് എന്താ വെച്ചാൽ any payment received from the statutory provident fund or public provident fund is exempt from tax. No further questions. അതായത് മെച്യൂരിറ്റി സമയത്തോ അല്ലെങ്കിൽ റിട്ടയർമെന്റ് സമയത്തോ പ്രോവിഡന്റ് ഫണ്ട്, സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡന്റ് ഫണ്ടെന്നോ പബ്ലിക് പ്രോവിഡന്റ് ഫണ്ടെന്നോ എന്ത് എമൗണ്ട് കിട്ടണോ അത് മുഴുവനും എക്സെപ്റ്റ് ആണ്. Statutory provident fund is applicable to employees of government, semi-government or local authority or university, while public provident fund can be opened and operated by any member of the public. In short, the employer's contribution to such fund is not treated as income of the employee. Interest credited to such fund is exempt in the hands of the employee. Amount received at the time of termination is exempt in the hands of the employee. Further, contribution to above PF by the SSC is deductible under section 80C. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എംപ്ലോയർക്ക് വേണ്ടി മാസം മാസം കോൺട്രിബ്യൂട്ട് ചെയ്യണു, 12% വെച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യണു. അത് എക്സെപ്റ്റ്, അത് ടാക്സബിൾ അല്ല. അതുമേ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യണു, അതും ടാക്സബിൾ അല്ല. മെച്യൂർ ആകുമ്പോഴോ അല്ലെങ്കിൽ റിട്ടയർ ചെയ്യുമ്പോഴോ ബാലൻസ് എമൗണ്ട്, ഫണ്ട് ബാലൻസ്, നമ്മുടെ പേരിൽ കിടക്കുന്ന ഫണ്ട് ബാലൻസ് നമുക്ക് കിട്ടണം, അതും ടാക്സബിൾ അല്ല. മാത്രമല്ല ഓരോ കൊല്ലവും PF നമ്മൾ എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അത് 80C ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനും പറ്റും. അതാണ് സ്റ്റാറ്റ്യൂട്ടറി PFും പബ്ലിക് PFും പറയാനുള്ളത്. ഓക്കെ, ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, അതായത് പേയ്മെന്റ് റിസീവ്ഡ് ഫ്രം റെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ട്. ഇവിടെ ഒരു ഡിസ്റ്റിങ്ഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാൽ, സാധാരണ കമ്പനികൾ EPFO വഴിയോ അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള PF ഉണ്ടാക്കാം. ഫോർ എക്സാമ്പിൾ ബാങ്ക്സ്, ജനറലി ബാങ്ക്സ്, ഇപ്പൊ ഫെഡറൽ ബാങ്ക് എടുക്കുകയാണെങ്കിൽ ഫെഡറൽ ബാങ്കിന്റെ തന്നെ പ്രോവിഡന്റ് ഫണ്ട് ഉണ്ട്. അവർക്ക് എംപ്ലോയി മറ്റേ നമ്മുടെ നോർമൽ പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ എടുത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അവരുടേതായിട്ടുള്ള ഫണ്ട് ഉണ്ട്. അത് റെക്കഗ്നൈസ്ഡും ആണ്. റെക്കഗ്നൈസ്ഡ് എന്ന് പറഞ്ഞാൽ റെക്കഗ്നൈസ്ഡ് ബൈ ദി കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്. റെക്കഗ്നൈസ്ഡ് PF മീൻസ് PF റെക്കഗ്നൈസ്ഡ് ബൈ ദി ഇൻകം ടാക്സ് അതോറിറ്റീസ്. അതേപോലെ തന്നെ അൺറെക്കഗ്നൈസ്ഡ് PF മീൻസ് PF നോട്ട് റെക്കഗ്നൈസ്ഡ് ബൈ ദി ഇൻകം ടാക്സ് അതോറിറ്റി. ഇത് ആണ് ഇതുകൊണ്ട് റെക്കഗ്നൈസ്ഡ് മീൻ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞു, ഇപ്പൊ റെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ടിൽ എന്താ സംഭവിക്കുന്നത്, ഓരോ മാസവും എംപ്ലോയറും എംപ്ലോയിക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണു, മന്ത്ലി കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നു. അത് ബാലൻസിന്റെ ഭാഗമാവുന്നു. അതില് ഇൻട്രസ്റ്റ് ഏൺ ചെയ്യണു. അത് കഴിഞ്ഞിട്ട് ഒരു റിട്ടയർമെന്റ് വരുമ്പോൾ ആ ബാലൻസ് ഒന്നില്ലെങ്കിൽ റിസീവ് ചെയ്യണു അല്ലെങ്കിൽ വേറൊരു ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇതാണ് സംഭവിക്കുന്നത്. റെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ട് എന്ന് പേയ്മെന്റ് കിട്ടുകയാണെങ്കിൽ ദി അക്യുമുലേറ്റഡ് ബാലൻസ് ഡ്യൂ ആൻഡ് ബിക്കം പേയബിൾ. അക്യുമുലേറ്റഡ് ബാലൻസ് കിട്ടുന്ന സമയത്ത്, റിട്ടയർമെന്റ് സമയത്താണല്ലോ കിട്ടുക സാധാരണ. അതിന്റെ കേസ് നമുക്ക് ആദ്യം അതിന്റെ ടാക്സബിലിറ്റി ആദ്യം പറയാം. അക്യുമുലേറ്റഡ് ബാലൻസ് ഡ്യൂ ടു ആൻഡ് ബിക്കമിംഗ് പേയബിൾ ടു ആൻ എംപ്ലോയി participating in a recognized provident fund is exempt to on the condition that employee has rendered continuous service of 5 years or more. അതായത് 5 കൊല്ലോ അതിൽ കൂടുതലോ ജോലി ചെയ്യണ ഒരു എംപ്ലോയി 5 കൊല്ലമായിട്ട്
റെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ആ ഫണ്ട് ബാലൻസ് കിട്ടുമ്പോൾ അത് ടോട്ടലി എക്സെംപ്റ്റ് ആയിരിക്കും. നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡന്റ് ഫണ്ട് പറഞ്ഞ പോലെ തന്നെയാണ്, എക്സാക്ട്ലി സെയിം. ഇവിടെ ഒരു ചെറിയ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കൊല്ലത്തെ സർവീസ് വേണം എന്നുള്ളൊരു ചേഞ്ച് ഉണ്ട് റെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ടിൽ. അതിലും റിലാക്സേഷൻ ഉണ്ട്. ഹവെവർ, if the accumulated balance fund include amount transferred from other recognized provident fund maintained by previous employer, then the period for which employee rendered service to such previous employer shall also be included in computing the aforesaid period of 5 years. അതായത് ഇപ്പൊ നമ്മൾ 5 കൊല്ലം സർവീസ് വേണമെന്ന് പറഞ്ഞു. പക്ഷെ ഒരു കേസ് എടുക്കുക, ഒരാള് 3 കൊല്ലം ഒരു എംപ്ലോയർ എടുത്തും അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതും റെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ട് ആയിരുന്നു, അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത 3 കൊല്ലം ഇപ്പോൾ ഉള്ള എംപ്ലോയറുടെ അടുത്ത് റെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അയാൾ 6 കൊല്ലമായിട്ട് റെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാണ്. രണ്ടും 2 എംപ്ലോയർ ആയിരുന്നത് വ്യത്യാസമുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കേസിൽ ഈ 5 കൊല്ലം എന്നുള്ളത് ഈ പറഞ്ഞ പോലെ 6 കൊല്ലമായി മാറും. ഇത് പ്രീവിയസ് എംപ്ലോയറുടെ അടുത്ത് ഉള്ള കോൺട്രിബ്യൂഷനും കൺസിഡർ ചെയ്യും 5 കൊല്ലത്തെ കമ്പ്യൂട്ട് ചെയ്യാൻ. ഓക്കെ. പിന്നെ if the service of employee is terminated before the period of 5 years due to his ill health or discontinuation of business of the employer or other reasons beyond his control, അങ്ങനെയാണെങ്കിൽ 5 കൊല്ലത്തിന്റെ റിക്വയർമെന്റ് ഇല്ല. അതായത് ഒരു എംപ്ലോയി 5 കൊല്ലം സർവീസ് എത്തിയില്ല, ബിക്കോസ് അയാൾക്ക് അതിനിടയിൽ ഇൽ ഹെൽത്ത് വന്നു, അല്ലെങ്കിൽ എംപ്ലോയർ ബിസിനസ് തന്നെ നിർത്തി, അല്ലെങ്കിൽ ഈ എംപ്ലോയിയുടെ ബിയോണ്ട് കൺട്രോൾ ഓഫ് ദി എംപ്ലോയി ആയിട്ടുള്ള റീസൺ ആയിരുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷനിലും 5 കൊല്ലം എന്നുള്ളത് റിലാക്സ് ചെയ്യും. എത്ര കൊല്ലാണെങ്കിലും കുഴപ്പമില്ല, ബാലൻസ് കിട്ടുന്നത് എക്സെംപ്റ്റ് ആയിരിക്കും. If on retirement the employee takes employment with another employer and the balance due and payable to him is transferred to his individual account in any recognized fund maintained by such other employer, then also the amount will be exempt. അതായത് നമ്മൾ പറഞ്ഞ കേസ്, റിട്ടയർ ചെയ്യുന്ന സമയത്ത് ബാലൻസ് എത്ര കിടക്കുന്നുണ്ടോ അത് റിസീവ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ എക്സംഷന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി അങ്ങനെയല്ല, അയാൾ റിസീവ് ചെയ്യണില്ല, അതിന് പകരം അയാൾ വേറൊരു എംപ്ലോയറുടെ അടുത്ത് ജോലിക്ക് ചേർന്നു, ആ എംപ്ലോയർ മെയിൻറ്റെയിൻ ചെയ്യണ PF ലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. റിസീവ് ചെയ്യണില്ല, ട്രാൻസ്ഫർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിലും എക്സംഷൻ കിട്ടും. അപ്പൊ PF-ന്റെ കേസിൽ നമ്മൾ സംസാരിച്ചത് ഇപ്പോ സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡന്റ് ഫണ്ട് ആണെങ്കിലും പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട് ആണെങ്കിലും ടോട്ടലി എക്സെംപ്റ്റ് ആണ്. റെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ട് ആണെങ്കിൽ 5 കൊല്ലം സർവീസ് ഉണ്ടെങ്കിൽ എക്സെംപ്റ്റ് ആണ്, നോ പ്രോബ്ലം. 5 കൊല്ലം സർവീസ് ഇല്ലെങ്കിൽ അത് ഇൽ ഹെൽത്ത് കൊണ്ടോ അല്ലെങ്കിൽ എംപ്ലോയർ ജോലി നിർത്തിയിട്ടോ, അല്ല എംപ്ലോയർ ഫാക്ടറി ഓർഗനൈസേഷൻ നിർത്തിയിട്ടാണെങ്കിലും കുഴപ്പമില്ല. 5 എത്ര കൊല്ലാണെങ്കിലും അത് എക്സെംപ്റ്റ് തന്നെയാണ് എന്ന് പറഞ്ഞു. ഇനി ഉള്ള കേസ് എന്താ വെച്ച് കഴിഞ്ഞാൽ അൺറെക്കഗ്നൈസ്ഡ് except above situations, payment from a recognized provident fund will be chargeable to tax. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ 5 കൊല്ലം ഈ പറഞ്ഞ കണ്ടീഷൻ ഒന്നുമില്ല, 2 കൊല്ലം ഒരു സ്ഥലത്തായിരുന്നുള്ളൂ, 2 കൊല്ലം ജോലി ആയിട്ടുള്ളൂ. അപ്പോ വേറൊരു ജോലിക്ക് പോയി, അവിടേക്ക് ട്രാൻസ്ഫർ ചെയ്തൊന്നുമില്ല, ഈ എമൗണ്ട് എത്രയാണോ അത് റിസീവ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ ടാക്സബിൾ ആവുമെന്നാണ് പറയുന്നത് റെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ടിന്റെ. ഓക്കെ. പിന്നെ recognized provident fund ആണെങ്കിലും employers contribution to such fund up to 12% of salary is treated as exempt. Interest credited in excess of 9.5% per annum is also exempt. Okay. അപ്പൊ ഒന്ന് സമ്മപ്പ് ചെയ്യാം. റെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ടില് ആകെ ഒരു കേസിൽ മാത്രമേ ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ടാക്സ് വരുള്ളൂ. അതായത് 5 കൊല്ലം സർവീസ് ഇല്ല എന്നുള്ള കേസിൽ. ഇല്ല എന്നുള്ള കേസിൽ തന്നെ റിലാക്സേഷൻ ഉണ്ട്. ഇഫ് ഇറ്റ് ഈസ് ബിയോണ്ട് ദി കൺട്രോൾ ഓഫ് ദി എംപ്ലോയി, അങ്ങനെയുള്ള കേസിലാണെങ്കിൽ എക്സംഷൻ കിട്ടും. പക്ഷേ 5 കൊല്ലത്തിൽ താഴെ മാത്രമേ ജോലിയുള്ളൂ, അതിനുള്ളിൽ തന്നെ റിസൈൻ ചെയ്തു, അപ്പോ PF എടുത്തു, അങ്ങനെയുള്ള കേസിൽ ടാക്സബിൾ ആണ്. ആ കേസ് മാത്രമേ ടാക്സബിലിറ്റി വരണം. പിന്നെ നേരത്തെ പറഞ്ഞു, ഓരോ മാസവും എംപ്ലോയർ എംപ്ലോയിക്ക് വേണ്ടി കോൺട്രിബ്യൂഷൻ കൊടുക്കണ്ട. അങ്ങനെയുള്ള കോൺട്രിബ്യൂഷന് 12% എന്നുള്ളൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. 12% 12% ഓഫ് ദി സാലറി. അതിൽ കൂടുതൽ അയാൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം. 15% കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ബാലൻസ് 3% ടാക്സ് വരും. 12% കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എത്രയാണോ എക്സസ് കോൺട്രിബ്യൂഷൻ അതിൽ ടാക്സ് വരും. അതേപോലെ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ്, ഇപ്പൊ ഫെഡറൽ ബാങ്കിന്റെ എക്സാമ്പിൾ പറയും. ഫെഡറൽ ബാങ്കിന് ഓൺ ഫണ്ട്സ് ഉണ്ട്, PF ഉണ്ട്.
അതിൽ അവര് ക്രെഡിറ്റ് ചെയ്യണ ഇൻട്രസ്റ്റ് 10% ആണെങ്കിൽ 0.5% ടാക്സ് വരും. 9.5% വരെ ഗവൺമെന്റ് ഇപ്പൊ സമ്മതിച്ചിട്ടുള്ളൂ. ഇക്കൊല്ലത്തെ വന്നിട്ടില്ല, കഴിഞ്ഞ കൊല്ലത്തെയാണ് 9.5%. 9.5% വരെ ഇൻട്രസ്റ്റ് അക്രൂ ചെയ്യണതിന് there is no tax, it is purely exempt. ഇതാണ് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിന്റെ. ഇനി പേയ്മെന്റ്സ് ഫ്രം അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. എന്താണ് ഈ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്? ആദ്യം പറഞ്ഞു വിച്ച് ഈസ് നോട്ട് റെക്കഗ്നൈസ്ഡ് ബൈ ദി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. അതായത് ഒരു ഓർഗനൈസേഷൻ XYZ ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ, അവര് ക്ലെയിം ചെയ്യണു, അവര് പറഞ്ഞു ഞങ്ങൾ തന്നെ പ്രൊവിഡന്റ് ഫണ്ട് ചെയ്യും, പക്ഷെ അതിന് ആരും റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. എങ്ങനെയാണ് ഫണ്ട് യൂട്ടിലൈസ് ചെയ്യണേന്ന് അറിയില്ല. അങ്ങനെയുള്ള ഒരു കേസിനെയാണ് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കേസിൽ ഇപ്പൊ എംപ്ലോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് തിരിച്ചു കിട്ടുന്നുള്ളത് ഉറപ്പൊന്നുമില്ല, അല്ലെ അത്ര ഇൻട്രസ്റ്റ് കിട്ടുന്നുള്ളതും ഉറപ്പൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള കേസിന്റെയാണ് എക്സംഷൻ. അങ്ങനെയുള്ള ജനറലി സ്പീക്കിംഗ് ദർ ഇസ് നോ എക്സംഷൻ. അതൊന്നുകൂടി സെക്ഷനിൽ എന്താ പറയണമെന്നുള്ളത് നമുക്ക് പറയാം. Employer's contribution to such fund is not treated as income of the employee since it is maintained by employer and no deduction is allowed by the employer. അതായത് നേരത്തെ പറഞ്ഞു, ഇപ്പോ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി സ്വന്തം ഇഷ്ടത്തില് സ്വന്തം രീതിയിൽ ഒരു പ്രൊവിഡന്റ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം, അത് ആരും റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള കേസിലേക്ക്, അങ്ങനെയുള്ള ഒരു ഫണ്ടിലേക്ക് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ കയ്യിൽ നിന്ന് മറ്റേ കയ്യിലേക്ക് എത്തണ പോലെയുള്ളൂ. എംപ്ലോയർ പറയണു നിങ്ങൾക്ക് വേണ്ടി ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയണു, കിട്ടിയാൽ മാത്രമേ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള കേസിൽ എംപ്ലോയിക്ക് ടാക്സ് ഒന്നുമില്ല, കാരണം ഇത് കിട്ടുന്ന ഉറപ്പില്ലാത്തതുകൊണ്ട് തന്നെ. മാത്രമല്ല ഇങ്ങനെ ഇപ്പൊ നമ്മൾ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ആണെങ്കിൽ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ അലോവബിൾ ഡിഡക്ഷൻ ആണ്. പക്ഷെ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ആണെങ്കിൽ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഡിഡക്ഷൻ ആയിട്ട് അലോ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ എംപ്ലോയിയുടെ ടാക്സ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. സോ ഇറ്റ് ഈസ് നോട്ട് ട്രീറ്റഡ് ആസ് ഇൻകം. അതേപോലെ ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ഓൺ സച്ച് ഫണ്ട് ഇസ് എക്സെപ്റ്റ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് ദി എംപ്ലോയി ടിൽ ഇറ്റ് ഈസ് ആക്ച്വലി റിസീവ്ഡ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടില് എംപ്ലോയിക്ക് ടാക്സ് വരുന്നത് ഓൺലി അറ്റ് ദി ടൈം ഓഫ് റെസിപ്റ്റ്. അതിനിടയിൽ ഡ്യൂറിംഗ് ദി കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ്, നമ്മൾ എംപ്ലോയ്മെന്റിൽ ഉള്ള സമയത്ത് എംപ്ലോയർ ഞാൻ ഇത്ര കോൺട്രിബ്യൂട്ട് ചെയ്തെന്ന് പറഞ്ഞു, അതിൽ ഇത്ര ഇൻട്രസ്റ്റ് തന്നു എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ടാക്സബിലിറ്റി വരാനില്ല. ഓൺലി ടാക്സബിൾ ഓൺലി വെൻ ഇറ്റ് ഈസ് ആക്ച്വലി റിസീവ്ഡ് ബൈ ദി എംപ്ലോയി. അതാണ് അതിന്റെ സ്കീം. ഓക്കെ, നൗ amount received at the time of termination. Payment on termination will include 4 things: employee's contribution and interest on such employee's contribution, employer's contribution and interest on such employer's contribution. Adinte endana tax treatment? Employee's contribution is not chargeable to tax. Karanam salary il already tax അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരുണ്ട്, അഡീഷണൽ ഇൻകം ഒന്നും വരുന്നില്ല, അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് ചാർജബിൾ ടു ടാക്സ്. Interest on employee contribution is taxed under the head income from other source. Unrecognized provident fund എന്ന് എംപ്ലോയിക്ക് എന്തെങ്കിലും പൈസ കിട്ടുമ്പോൾ ആ പൈസ 4 രീതിയിലുള്ള ഇതാണ് വരിക. ഒന്ന്, എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്ത പൈസയിൽ അഡീഷണൽ ടാക്സ് വരേണ്ട ആവശ്യമില്ല, കാരണം എംപ്ലോയി ഓൾറെഡി സാലറിയിൽ ടാക്സ് കൊടുത്തു കഴിഞ്ഞു, അപ്പൊ അതുകൊണ്ട് അതിൽ വേറെ ടാക്സ് ഇല്ല. പിന്നെ എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്തെന്ന് ഇൻട്രസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഈ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് തരികയാണെങ്കിൽ അത് സാലറി ആയിട്ടല്ല, ഇൻകം ഫ്രം അതർ സോഴ്സിൽ ടാക്സ് ചെയ്യും. എംപ്ലോയേഴ്സ് പിന്നെ മറ്റേതെന്ന് പറഞ്ഞാൽ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ആൻഡ് ഇൻട്രസ്റ്റ് തരോ, അത് ദാറ്റ് വിൽ ബി പ്യൂർലി ട്രീറ്റഡ് ആസ് സാലറി ഇൻകം. അപ്പോ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യണ പോലെ എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നു, ആക്ച്വലി കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നു, അതിൽ ഇൻട്രസ്റ്റും ജനറേറ്റ് ചെയ്തിരുന്നു. അങ്ങനെ കിട്ടണ കോൺട്രിബ്യൂഷനും അങ്ങനെ കിട്ടുന്ന ഇൻട്രസ്റ്റും അറ്റ് ദി ടൈം ഓഫ് റിസീപ്റ്റ് എംപ്ലോയിക്ക് ആക്ച്വലി കിട്ടുന്ന സമയത്ത് സാലറി ആയിട്ട് ട്രീറ്റ് ചെയ്യും. അതിന്റെ അർത്ഥം 10 കൊല്ലം അൺറെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ടിലേക്ക് അയാള് കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നു, 10ാമത്തെ കൊല്ലാണ് ഇതെല്ലാം കൂടി തിരിച്ചു കിട്ടുന്നത്. അപ്പോ ഈ 10 കൊല്ലത്തെയും കൂടി ഒരുമിച്ചാണ് വരിക. പക്ഷേ ദാറ്റ് വിൽ ബി പ്യൂർലി ടാക്സബിൾ. ഇതാണ് പ്രോവിഡന്റ് ഫണ്ടിനെ പറ്റിയുള്ളത്. ഇനി ഒരു സൂപ്പർ ആനുവേഷൻ ഫണ്ട് എന്ന് പറഞ്ഞ നമ്മുടെ 9th പോയിന്റ്. സൂപ്പർ ആനുവേഷൻ ഫണ്ട് എന്ന് പറഞ്ഞാൽ അതും പ്രോവിഡന്റ് ഫണ്ട് പോലത്തെ കോൺട്രിബ്യൂഷൻ ബേസ്ഡ് ഫണ്ടാണ്, പക്ഷെ ഇതിൽ കിട്ടുന്നത് ആന്വിറ്റി പോലെയാണ്.
റെഗുലർ ഇയർലിയോ അല്ലെങ്കിൽ റെഗുലർ ഇൻകം ഒരു പെൻഷൻ പോലെയാണ് കിട്ടുക. മറ്റേ പ്രോവിഡന്റ് ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ് കിട്ടുന്നത് തിരിച്ചു തരികയല്ല, മന്ത്ലി അല്ലെങ്കിൽ ഇയർലി ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് പൈസ കിട്ടുക. അതാണ് സൂപ്പറാനുവേഷൻ ഫണ്ട്. Like Provident Fund, superannuation fund is also a scheme of retirement benefit for the employee. These are funds usually established under trust by an undertaking for the purpose of providing annuities to the employee on their retirement at or after a specified age, or on their becoming incapacitated prior to such retirement, or for the widows, children or dependent of the employees after his death. ഈ 3 സിറ്റുവേഷനിലാണ് ജനറലി സൂപ്പർ ആനുവേഷൻ ഫണ്ട് എന്നുള്ള ആന്വിറ്റീസ് എന്നുള്ള ഫണ്ട്സ് റിലീസ് ചെയ്യാറ്. റിട്ടയർമെന്റോ അല്ലെങ്കിൽ ഒരു 60 വയസ്സിൽ റിട്ടയർമെന്റ് ഏജ് ആയി, അതാണ് സൂപ്പർ ആനുവേഷൻ ഏജ്. 60 വയസ്സായി കഴിഞ്ഞാൽ അന്ന് കൊടുക്കും, റിട്ടയർ ചെയ്താലും ഇല്ലെങ്കിലും. 2, അതിനു മുമ്പ് ഇൻകപ്പാസിറ്റേറ്റഡ് ആയി, ജോലി ചെയ്യാൻ വയ്യാണ്ടായി, ബിക്കോസ് ഓഫ് ഇൽ ഹെൽത്ത് ഓർ അതർവൈസ് ജോലി ചെയ്യാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ റിട്ടയർമെന്റിന് മുമ്പ് തന്നെ കൊടുക്കും. ഇനി എങ്ങാനും ഡ്യൂറിംഗ് ദി പീരീഡ് ഓഫ് എംപ്ലോയ്മെന്റ് മരിക്കുകയാണെങ്കിൽ വിഡോവിനോ ചിൽഡ്രനോ ഡിപെൻഡൻസ് കൊടുക്കും. അതാണ് സൂപ്പർ ആനുവേഷൻ ഫണ്ട്. The tax treatment as regards the contribution to and payment from the fund is as under. നേരത്തെ പറഞ്ഞ പോലെ ഇതും ഒരു കോൺട്രിബ്യൂട്ടറി ഫണ്ടാണ്. എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യും, എംപ്ലോയിയും കോൺട്രിബ്യൂട്ട് ചെയ്യും മാസം മാസം. അത് അക്യുമുലേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ഒന്നില്ലെങ്കിൽ ബാലൻസ് തരും, അല്ലെങ്കിൽ ആന്വിറ്റി ആയിട്ട് റിലീസ് ചെയ്യും പീരിയോഡിക് ബേസിസിൽ. അപ്പൊ ഇതിൽ 3 സ്ഥലത്താണ് വരിക. എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഇൻട്രസ്റ്റ്, അതിന്മേലുള്ള ഇൻട്രസ്റ്റ്, എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ അതിന്മേലുള്ള ഇൻട്രസ്റ്റ്, പിന്നെ അക്യുമുലേറ്റഡ് ബാലൻസ്. ഈ 3 ഇതിൽ വരിക. എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ഡിഡക്ഷൻ ഈസ് അവൈലബിൾ അണ്ടർ സെക്ഷൻ 80C ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം. Employers contribution by the employer to the approved superannuation fund is exempt up to 1,50,000 per year per employee. If the contribution exceeds 1,50,000, balance will be taxable. ഇതുമായിട്ട് PF കമ്പയർ ചെയ്യുകയാണെങ്കിൽ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ 12% ഓഫ് സാലറി, 12% ഓഫ് സാലറിയിൽ കൂടുതലാണ് കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ അതിന്മേ ടാക്സ് എന്ന് പറഞ്ഞു. അതേപോലെ ഇവിടെ പെർസെന്റേജിന് പകരം ഫിഗർ ആണ് വെച്ചിരിക്കുന്നത്. എംപ്ലോയർ കോൺട്രിബ്യൂഷൻ 1,50,000 കൂടുതലാണെങ്കിൽ ടാക്സബിൾ ആണ്. എത്രയാണോ കൂടുതൽ അത്ര മാത്രം. 1,60,000 ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ 10,000 will be taxable. Up to 1,50,000 there is no tax. ഇൻട്രസ്റ്റ് പിന്നെ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനിലും ഇൻട്രസ്റ്റ് വരും, എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷനിലും ഇൻട്രസ്റ്റ് വരും. ദാറ്റ് വിൽ ബി ടോട്ടലി എക്സെപ്റ്റ്. കാരണം ഇത് ഓൾറെഡി അപ്രൂവ്ഡ് ആണ്. അപ്രൂവ്ഡ് സൂപ്പർ ആനുവേഷൻ ഫണ്ട് ആയതുകൊണ്ട് ദാറ്റ് ഈസ് എക്സെപ്റ്റ് ഫ്രം ടാക്സ്. ഇനി വരുന്ന ഇപ്പൊ കോൺട്രിബ്യൂഷൻ കഴിഞ്ഞു, അതിന്മേലുള്ള ഇൻട്രസ്റ്റ് കഴിഞ്ഞു. ഇനി പേയ്മെന്റ് വരികയാണ്. പേയ്മെന്റ് ഫ്രം ദി ഫണ്ട്. Any payment from an approved superannuation fund shall be exempt if it is made on the death of the beneficiary or to any employee in lieu of or in commutation of an annuity on his retirement or on his becoming incapacitated prior to such retirement, refund of contribution on the death of the beneficiary or transfer to pension fund. 4 കേസാണ് അതിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് ആദ്യം എംപ്ലോയി കോൺട്രിബ്യൂഷൻ കഴിഞ്ഞു, തമ്മിലുള്ള ഇൻട്രസ്റ്റ് കഴിഞ്ഞു. ഇനി വരുന്നത് പേയ്മെന്റ് വരുന്നതാണ്. ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസിന്റെ എന്താണ് പേയ്മെന്റ്. ആ പേയ്മെന്റ് വരുന്നത് എങ്ങനെയാണ്, അതിന്റെ എന്താണ് ടാക്സ് ട്രീറ്റ്മെന്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യം തന്നെ ശ്രദ്ധിക്കുക, എനി പേയ്മെന്റ്. അപ്പൊ ഇതില് ഒരു 5 ലക്ഷമെന്നോ 10 ലക്ഷമെന്നോ അങ്ങനെയുള്ള യാതൊരു ലിമിറ്റേഷനും ഇല്ല. എനി പേയ്മെന്റ് വിൽ ബി എക്സെപ്റ്റ്. അത് ഏത് സമയത്ത് കൊടുക്കണമെന്നനുസരിച്ചിരിക്കും എക്സംഷൻ. ഒരു ബെനിഫിഷ്യറിയുടെ ഡെത്തിന്റെ സമയത്താണെങ്കിൽ ടോട്ടലി എക്സെപ്റ്റ്. എംപ്ലോയി ഇൻ ലൂ ഓഫ് ഓർ ഇൻ കമ്മ്യൂട്ടേഷൻ ഓഫ് ആൻ ആന്വിറ്റി ഓൺ ഈസ് റിട്ടയർമെന്റിന്റെ സമയത്താണെന്ന് വെച്ചോളൂ. റിട്ടയർമെന്റിന്റെ സമയത്താണ് എങ്കിലും ടോട്ടലി എക്സെപ്റ്റ്. റിട്ടയർമെന്റിന് മുമ്പാണ് പക്ഷെ ഇൽ ഹെൽത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺ കൊണ്ട് ജോലി ചെയ്യാൻ വയ്യാണ്ടായി, അങ്ങനെയുള്ള സമയത്താണെങ്കിലും ടോട്ടലി എക്സെപ്റ്റ്. പിന്നെ ബൈ വേ ഇപ്പോ ചില സമയത്ത് ചോദിക്കാം, അതായത് ബെനിഫിഷ്യറി മരിച്ചുപോയി, അപ്പൊ അവരുടെ ലീഗൽ ഹെയർസിന് കോൺട്രിബ്യൂഷന്റെ റീഫണ്ട് ചോദിക്കാം. അങ്ങനെയുള്ള കേസ് ആണെങ്കിലും ടോട്ടലി എക്സെപ്റ്റ് ആണ്. അല്ലെങ്കിൽ എന്താ ഉണ്ടാവാന്ന് വെച്ചാൽ, ഒരു എംപ്ലോയി പറയണു
ഞാൻ ഇതുവരെ സൂപ്പർ ആനുവേഷൻ ഫണ്ടിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു, അതിനൊരു ബാലൻസ് ആയിട്ടുണ്ട്. ഇനി എനിക്കിത് ആവശ്യമില്ല, ഞാനത് ഒരു പെൻഷൻ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. ഈ എമൗണ്ട് 80 CCD പ്രകാരം, അതായത് ഗവൺമെന്റ് അപ്രൂവ് ആയിട്ടുള്ള ഒരു പെൻഷൻ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. കാശായിട്ട് ഞാൻ തിരിച്ചു വാങ്ങണില്ല, പക്ഷെ അത് ട്രാൻസ്ഫർ ടു അനദർ അപ്രൂവ്ഡ് പെൻഷൻ ഫണ്ട് ആണെങ്കിൽ അങ്ങനെയുള്ള കേസിലും ടോട്ടലി എക്സെപ്റ്റ് ആണ്. ഈ 4 കേസിലാണ് വരാറ്. അപ്പൊ അതില് എന്റെ ട്രീറ്റ്മെന്റ് ജനറലി സ്പീക്കിംഗ് അപ്രൂവ്ഡ് സൂപ്പർ ആനുവേഷൻ ഫണ്ടും റെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ടും സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡന്റ് ഫണ്ടും പബ്ലിക് പ്രോവിഡന്റ് ഫണ്ടിൽ എന്ത് കിട്ടിയാലും ജനറലി ഇറ്റ്സ് ഈസ് എക്സെപ്റ്റ്. അൺറെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ട് ആണെങ്കിൽ കിട്ടണത് ടാക്സബിളും ആണ്. അതാണ് ജനറൽ പ്രൊവിഷൻ ഉള്ളത്. അതിൽ പക്ഷേ എംപ്ലോയർ കോൺട്രിബ്യൂഷന് ലിമിറ്റ് വെച്ചിട്ടുണ്ട്. എംപ്ലോയർ സൂപ്പർ ആനുവേഷൻ ഫണ്ടിലേക്കാണെങ്കിൽ 1,50,000 കൂടുതൽ കോൺട്രിബ്യൂഷൻ ചെയ്യുകയാണെങ്കിൽ അതിൽ ടാക്സ് വരും. മറ്റേ റെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ട് ആണെങ്കിൽ 12% ഓഫ് ദി സാലറിയിൽ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിലും ടാക്സ് വരും. ഇൻട്രസ്റ്റ് 9.5 വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ജനറലി ഇറ്റ് ഈസ് ഓൾ എക്സെപ്റ്റ്. അപ്പൊ ഇതുവരെ നമ്മള് സംസാരിച്ചിരുന്നത് എക്സെപ്റ്റ് ഇൻകം ആയിരുന്നു. അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ പറഞ്ഞു. എല്ലാ ഇൻകവും നമ്മുടെ അടുത്ത് റിട്ടേൺ ഫയൽ ചെയ്യാൻ വരുമ്പോൾ എല്ലാ ഇൻകവും നമ്മൾ ലിസ്റ്റ് ചെയ്തു. അതിന്ന് ടാക്സ് വരാത്തത് ഏതാന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഐഡന്റിഫൈ ചെയ്തിട്ട് എക്സംപ്ഷൻ ലിമിറ്റ് അല്ലെങ്കിൽ എമൗണ്ട് അവൈലബിൾ എക്സെപ്റ്റ് എമൗണ്ട് എത്രയാണ് എന്നുള്ളത് ക്വാണ്ടിഫൈ ചെയ്യണം. എന്നിട്ട് അത് ടാക്സബിൾ സാലറിന്ന് കുറയ്ക്കണം. അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് ജനറലി സാലറി അല്ലെങ്കിൽ ആയിട്ടുള്ള എക്സംപ്ഷൻ എല്ലാം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 14A എന്ന് പറഞ്ഞ റിലേറ്റീവ്ലി ന്യൂ ഒരു പുതിയ സെക്ഷനാണ്. പക്ഷെ റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ അമെൻഡ് ചെയ്ത് ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ഒരു സെക്ഷനാണ്. ഇത് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സെപ്റ്റ് ഇൻകം ടാക്സബിൾ അല്ല. അങ്ങനെയാണെങ്കിൽ എക്സെപ്റ്റ് ഇൻകത്തിന്റെ റിലേറ്റഡ് ആയിട്ട് വന്നിരിക്കണ എക്സ്പെൻഡിച്ചർ അതിന് ഡിഡക്ഷൻ കൊടുക്കാൻ പാടില്ല. അത് അലവബിൾ എക്സ്പെൻസ് ആയിട്ട് എടുക്കാൻ പാടില്ല. കാരണം ഇൻകത്തിന് എക്സംപ്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസിന് അലവൻസ് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് സെക്ഷൻ പറയണത്. സെക്ഷൻ 14 പറയണത്. കുറച്ച് അതിൽ മെറിറ്റ് ഉണ്ട്, പക്ഷെ അതിൽ കൂടുതൽ ഇതൊരു വളരെ കോൺട്രവേഴ്ഷ്യൽ, ചെറിയ സെക്ഷൻ ആണെങ്കിലും വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. കാരണം ഒരു ബേസിസ് ഇല്ലാണ്ട് അവര് ഈ എക്സെപ്റ്റ് ഇൻകം മറ്റേ ഈ എക്സ്പെൻഡിച്ചർ ഡിസലവ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ടുള്ള പ്രശ്നമാണ്. നമുക്ക് നമ്മളുടെ കേസുകളിൽ ജനറലി വരുന്നത് എന്താണെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം സെക്ഷൻ വായിക്കാം. ആസ് പെർ സെക്ഷൻ 14A, the expenditure incurred by a taxpayer in relation to income that is not chargeable to tax, exempt income, as per the provision of the Act, should not be considered as a deduction while computing the total income of the taxpayer and hence will have to be disallowed. An example പറയാം. എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും. മിസ്റ്റർ എക്സ് ഒരാള് 2 ആക്ടിവിറ്റി ചെയ്യുന്നു. ഒന്ന്, ഒരു ഷോപ്പ് നടത്തണം. 2, അദ്ദേഹത്തിന്റെ സ്ഥലത്ത് അദ്ദേഹം കുരുമുളക് കൃഷി ചെയ്യുന്നു. 2 ആക്ടിവിറ്റിയിൽ നിന്നും ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം കുരുമുളക് കൃഷി എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ഇൻകം ആണ്, അത് എക്സെപ്റ്റ് ആണ്. മിസ്റ്റർ എക്സ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 3 എംപ്ലോയിമാരുണ്ട്, 3 ജോലിക്കാരുണ്ട്. 2 പേര് കടയിൽ നിൽക്കണം, ഒരാള് കുരുമുളക് കൃഷിക്ക് സഹായിക്കണം. ഇൻകം ടാക്സുകാർ പറയണത് 3 പേർക്കും സാലറി കൊടുക്കണം. ഇൻകം ടാക്സുകാർ പറയണത് കുരുമുളക് കൃഷി എന്നുള്ള ഇൻകം എക്സെപ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ 3ാമത്തെ ആൾക്ക് കൊടുക്കുന്ന സാലറി അത് ബിസിനസിന്റെ എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പാടില്ല. എല്ലാവർക്കും കൊടുക്കുന്ന ബിസിനസ് എന്നാണെങ്കിൽ കൂടി ഇദ്ദേഹം ബിസിനസ് ചെയ്യണതിന് പകരം, ഷോപ്പിൽ ഇരിക്കുന്നതിന് പകരം കുരുമുളക് കൃഷിക്കാണ് ചെയ്യണത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സാലറി ഡിസലവ് ചെയ്യണം എന്ന് പറയുന്നു. ഇതാണ് ബേസിസ്, സെക്ഷൻ 14A ബേസിസ്. ഫെയർ ആയിട്ട് തോന്നാം, പക്ഷെ വേറൊരു കേസ് എടുക്കാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാള് ബിസിനസ് ചെയ്യണം. ആ ബിസിനസ്സിന് വേണ്ടിയിട്ട് 25 ലക്ഷം രൂപ ലോൺ എടുത്തു.
അതില് റെഗുലർലി ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്, ബിസിനസ് ചെയ്യേണ്ട, ഇൻകം ജനറേറ്റ് ചെയ്യേണ്ട, അങ്ങനെ പോകുന്നു. അപ്പൊ അദ്ദേഹം 5 ലക്ഷം രൂപയ്ക്ക് ഒരു ടാക്സ് ഫ്രീ RBI ബോണ്ട് വാങ്ങിച്ചു. നിങ്ങൾക്കറിയാം RBI ബോണ്ട് ഉണ്ട്. RBI ബോണ്ടിൽ 6%, 5% ഇൻട്രസ്റ്റ് കിട്ടും. അത് ടാക്സ് ഇല്ല, അതില് ടാക്സ് ഫ്രീ ബോണ്ട്സ് ആണ്. ടാക്സ് ഫ്രീ RBI ബോണ്ട്സ് 5 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചു. അപ്പൊ ഇൻകം ടാക്സുകാരൻ പറയണു, നിങ്ങൾ ലോൺ എടുത്തിരിക്കുന്നത് 25 ലക്ഷം രൂപ, അതിന് ഇത്ര രൂപ 2.5 ലക്ഷം രൂപ 10% എന്നുള്ള രീതിയിലാണെങ്കിൽ 2.5 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട, അത് ഡിഡക്ഷൻ ആയിട്ട് P&L ക്ലെയിം ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഇതിന്നാണ് ആ 5 ലക്ഷം രൂപയുടെ ടാക്സ് ഫ്രീ ബോണ്ട് വാങ്ങിച്ചത്, അതിന്നുള്ള ഇൻകത്തിൽ ഞങ്ങൾക്ക് ടാക്സ് കിട്ടണില്ല, അത് എക്സംപ്റ്റ് ഇൻകം ആണ്. അതുകൊണ്ട് ഈ 5 ലക്ഷം രൂപയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് 50,000 രൂപ ഞങ്ങൾ ഡിസലവ് ചെയ്യും. അപ്പൊ 2.5 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് കിട്ടേണ്ട സ്ഥാനത്ത് നിങ്ങൾക്ക് 2 ലക്ഷം തരാൻ പറ്റുള്ളൂ. കാരണം ഈ 5 ലക്ഷം രൂപ RBI ബോണ്ടിൽ ഇട്ടിരിക്കുന്നത് ലോൺ ഫണ്ട് എന്നാണ്, 25 ലക്ഷം ഞങ്ങൾ ബാങ്കിൽ നിന്ന് വാങ്ങിച്ച ലോൺ എന്നാണ്. അതുകൊണ്ട് സെക്ഷൻ 14A പ്രകാരം ഈ ഇൻട്രസ്റ്റ് ഡിസലവ് ചെയ്യും എന്നുള്ള ഒരു സ്റ്റാൻഡ് എടുത്തു. അത് ജനറലി നിങ്ങൾക്കറിയാം, എല്ലാ ബാങ്കുകളും SLR മെയിൻറ്റെയിൻ ചെയ്യണം, ലിക്വിഡിറ്റി റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് ബോൺസ് നോക്കിയാണ് എടുക്കാറ്. അപ്പൊ അവരുടെ ബോൺസ് എക്സംപ്റ്റ് ആണെന്നുള്ളത് കൊണ്ട് കുറെ ഒരു വേഗമായിട്ട് പലരും പല പോലെ ഡിസലവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അതൊരു വലിയൊരു കേസായി. അപ്പോ അതിന് വേറെ ഒന്ന് സ്ട്രീം ലൈൻ ചെയ്യാൻ വേണ്ടി 8D പ്രകാരം റൂൾസ് കൊണ്ടുവന്നു. അങ്ങനെ അത് കുറച്ച് സ്ട്രീം ലൈൻ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ സെക്ഷൻ 14A നമുക്കും ആപ്ലിക്കബിലിറ്റി വരും, എസ്പെഷ്യലി ലോൺ എടുത്ത കേസുകളിൽ. ലോൺ എടുത്ത ഒരാൾക്ക് എന്തെങ്കിലും എക്സംപ്റ്റ് ഇൻകം ഉണ്ടെങ്കിൽ അവർ ലോണുമായിട്ട് ലിങ്ക് ചെയ്യും. അത് ലോൺ എന്നാണ് നമ്മളുടെ പ്രോഫിറ്റ് എന്നാണ് അത് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ കേൾക്കില്ല, അതൊരു പ്രശ്നമാണ്. മാത്രമല്ല ഇൻകം ടാക്സ് റിട്ടേണിൽ ഇപ്പോ എക്സംപ്റ്റ് ഇൻകം ഡിസ്ക്ലോസ് ചെയ്യണം. അങ്ങനെ എക്സംപ്റ്റ് ഇൻകം ഡിസ്ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ അതിന് എഗൻസ്റ്റ് ഏതെങ്കിലും എക്സ്പെൻസ് വരണ്ടോ, നമ്മൾ ക്ലെയിം ചെയ്തിട്ടുള്ളത് വരണ്ടോ എന്ന് അവര് നിർബന്ധമായും നോക്കും. അപ്പൊ അതും കൂടിയും നമുക്കൊരു പ്രശ്നമായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് സെക്ഷൻ 14A വളരെ സീരിയസ് ആണ്. 14A പറഞ്ഞ പോലെ തന്നെ, അതായത് എക്സംപ്റ്റ് ഇൻകത്തിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ ഡിസലവ് ചെയ്യാം. അത് അലവബിൾ ഡിഡക്ഷൻ അല്ല, ഡിസലവ് ചെയ്യാം എന്ന് മാത്രമേ സെക്ഷൻ 14A പറയുള്ളൂ. ഞാൻ എക്സാമ്പിൾ ഒന്നുകൂടി വായിക്കാം. ഫോർ എക്സാമ്പിൾ, Mr. X is running a shop with 3 employees. He is also cultivating and selling pepper in his land. Out of the above 3 employees, 1 employee, Mr. Y, Mr. Y, is helping him in the cultivation of pepper. Since the profit from the sale of pepper is exempt, being agricultural income, salary paid to Mr. Y will have to be disallowed. ഇത് വളരെ ഫെയർ ആണ്. ഈ എക്സാമ്പിൾ ഇനി അടുത്ത എക്സാമ്പിൾ എടുക്കാം. In another example, Messrs. AB and Co has taken a loan of 25 lakhs to run the business and interest thereon is paid regularly. It has now invested an amount of rupees 5 lakhs in tax-free RBI bonds. The assessing officer is holding that the portion of interest paid on loan corresponding to the investment of rupees 5 lakhs shall be disallowed. ഈ 5 lakhs ഇൻവെസ്റ്റ് ചെയ്തത് ബോറോഡ് ഫണ്ട് എന്നാണെന്ന് ഇൻകം ടാക്സുകാർ പറയും. അതല്ല, എന്റെ പേഴ്സണൽ ഫണ്ട് എന്നാണ്, എന്റെ പ്രോഫിറ്റ് എന്നാണ്, കൊല്ലങ്ങളിലെ പ്രോഫിറ്റ് എന്നാണ്, അതുകൊണ്ട് ഡിസലവൻസിന്റെ ആവശ്യമില്ല എന്ന് അസസിയും പറയും. അതാണ് കോൺട്രവേഴ്സി. Considering the large amount of controversies between the assessee and the department, Section 14A has prescribed a method of determining the expenditure incurred towards earning exempt income under Rule 8D by the income tax officer. അതിലേക്ക് 8D കുറച്ച് കോംപ്ലിക്കേറ്റ്, അതിലേക്ക് പോകണില്ല, പക്ഷെ കേസ് ലോസ് പറയാം. This will be applied. ഈ 8D അപ്ലൈ ചെയ്യേണ്ടത് എപ്പോഴൊക്കെയാണ്? This will be applied when the assessee claims that there is no expenditure related to the exempt income, or when the computation of expenditure by the assessee is disputed. ഈ 2 കേസിലാണ് 8D വരിക, ഓട്ടോമാറ്റിക് ആയിട്ട് വരില്ല. 8D വരുന്ന ഈ 2 കേസിലാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും ഡിവിഡൻഡ് കിട്ടുന്നുണ്ടാവും. ഡിവിഡൻഡ് കഴിഞ്ഞ അസസ്മെന്റ് ഇയർ, ഇപ്പൊ 1920 ഫിനാൻഷ്യൽ ഇയർ വരെ എക്സംപ്റ്റ് ആണ്.
അപ്പോ ഈ ഡിവിഡൻഡ് ഏൺ ചെയ്യാൻ എന്താണ് കറസ്പോണ്ടിങ് എക്സ്പെൻസ് നമ്മൾ ഇൻകർ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഒന്നും ഇൻകർ ചെയ്തിട്ടില്ല എന്നേ പറയുള്ളൂ. ഇൻകം ടാക്സുകാര് അതിന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഇൻട്രസ്റ്റും അങ്ങനെ കുറെ കാൽക്കുലേഷൻ ഒക്കെ ചെയ്ത് ഇത്രയും ഉണ്ടെന്ന് പറയും. അതാണ് ഇതിലൊരു വലിയ പ്രോബ്ലം വന്നിരിക്കുന്നത്. ഇനി 2-3 കേസിലോ പറയാം. ഇൻ മാക്സോപ്പ് ഇൻവെസ്റ്റ്മെന്റ്സ് ലിമിറ്റഡ് വേഴ്സസ് CIT, സുപ്രീം കോർട്ടാണ്. It was held that where an assessee had used his own funds for investments deriving exempt income, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ RBI ബോൺസ് വാങ്ങിച്ചത് സ്വന്തം ഫണ്ട് എന്നാണ്, അങ്ങനെയാണെങ്കിൽ ആൻഡ് ബോറോഡ് ഫണ്ട്സ് ഫോർ ദി പർപ്പസ് ഓഫ് ബിസിനസ്, 25 ലക്ഷം കൊണ്ട് ബിസിനസ് ചെയ്തു, 5 ലക്ഷം നമ്മുടെ ഓൺ ഫണ്ട് കൊണ്ട് RBI ബോണ്ട് വാങ്ങും, അങ്ങനെയാണെങ്കിൽ then there cannot be any disallowance under section 14A എന്ന് സുപ്രീം കോടതി പറഞ്ഞു. വേറൊരു കേസിൽ ഇൻ PCIT വേഴ്സസ് ഗുജറാത്ത് സ്റ്റേറ്റ് ഫെർട്ടിലൈസർ ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ്, ഗുജറാത്ത് ഹൈക്കോർട്ട് held that in a case where the assessing officer could not establish that any part of the fund utilized for tax-free investment were out of the borrowed funds, then section 14A disallowance cannot be made. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ 25 ലക്ഷം രൂപ ബോറോഡ് ഫണ്ടാണ്, 5 ലക്ഷം രൂപ RBI ബോൺസ് വാങ്ങിച്ചു, അസസി പറയണു അത് എന്റെ ഓൺ ഫണ്ടാണെന്ന് പറയുന്നു. അപ്പൊ അസസിംഗ് ഓഫീസർ എക്സ്ക്ലൂസീവായിട്ട് ഈ 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് ബോറോഡ് ഫണ്ട്സ് എന്നാണ് ഇട്ടെ എന്ന് കൃത്യമായിട്ടും കൺക്ലൂസീവ് ആയിട്ടും പ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഡിസലവൻസ് അണ്ടർ സെക്ഷൻ 14A പാടില്ല എന്നാണ് ഗുജറാത്ത് ഹൈക്കോടതി ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ വേറൊരു നമ്മുടെ CBDT 2014 ഒരു സർക്കുലർ ഇഷ്യൂ ചെയ്തു. എന്താന്ന് വെച്ചാൽ White Circular number 5/2014, it was clarified that any expenses related to earning of exempt income have to be considered for disallowance even though income has not been earned during the year. എന്ന് വെച്ചാൽ exempt income earn ചെയ്യണമെന്ന് നിർബന്ധമില്ല. exempt income 0 ആണെങ്കിലും earn ചെയ്തിട്ടില്ലെങ്കിൽ കൂടി അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ ഡിസലവ് ചെയ്യണം എന്നാണ് ഇവര് ക്ലാരിഫിക്കേഷൻ വഴി സർക്കുലർ വഴി CBDT പറഞ്ഞത്. പക്ഷേ അതിനെതിരെ കേസ് പോയി സുപ്രീം കോടതി പറഞ്ഞു, however in CIT versus Chettinad Logistics 257, Honorable Supreme Court held that if exempt income is not earned in a year, there cannot be any disallowance under section 14A. അതായത് exempt income 0 ആണെങ്കിൽ 14A disallowance പാടില്ല. exempt income ഉണ്ടെങ്കിൽ മാത്രമേ എക്സ്പെൻസ് ഡിസലവ് ചെയ്യാൻ പാടുള്ളൂ എന്ന് സുപ്രീം കോടതി കൺക്ലൂസീവ് ആയിട്ട് പറഞ്ഞു. ഇതിൽ നമുക്ക് ചില പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ 14A വരും. നമ്മുടെ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ 14A വല്ല ഡിസലവൻസ് ഉണ്ടോ എന്നുള്ളതിന് ഒരു സ്റ്റാൻഡ് എല്ലാ ടാക്സ് കൺസൾട്ടൻസ്മാരും എടുക്കേണ്ട വരും. കാരണം ഇൻകം ടാക്സുകാർ നോക്കുന്ന ഒരു സെക്ഷനാണ്. അപ്പൊ അതില് ജനറൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ നെക്സസ്, എക്സെംപ്റ്റ് ഇൻകത്തിന്റെ ക്ലിയർ നെക്സസിലുള്ള എക്സ്പെൻസ് മാത്രമേ ഡിസലവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് അസസിംഗ് ഓഫീസർക്ക് ആർബിട്രറി ആയിട്ട് പറ്റില്ല, റൂള് പ്രകാരം തന്നെ ചെയ്യണം എന്നുള്ളതാണ് സെക്ഷൻ 14A. ഇപ്പോ നമ്മൾ ഇതുവരെ എക്സെംപ്റ്റ് ഇൻകം ഒരുവിധം ജനറലി ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് കഴിഞ്ഞു, സെക്ഷൻ 14A കഴിഞ്ഞു. ഇനിയുള്ളത് സാലറി, ഹൗസ് പ്രോപ്പർട്ടി, അങ്ങനെയുള്ള ഓരോന്നാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് സാലറിയിലേക്ക് പോവാം. സാലറി കൺക്ലൂസീവ് ആയിട്ട് തീരും എന്നാണ് വിചാരിക്കുന്നത്. അതാണ് ഇന്ന് ഇത്രയാണ് പഠിക്കാൻ ഉദ്ദേശിച്ചത്.